ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടൈം ഫ്രെയിമിൽ റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ ചേസ് ചെയ്യുന്ന പവർ സെക്ടർ എന്ന് പറയുന്ന ഒരു സെക്ടറിനെ എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ടതെന്ന്, ഏതൊക്കെ ടൈപ്പ് കമ്പനീസാണ് ഇതിൻ്റെ അകത്തുണ്ടെന്ന്. ഈ പവർ സെക്ടർ എന്ന് പറയുന്നത് വളരെ ഒരു ബ്രോഡ് ടേമാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് സബ് സെക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ സബ് സെക്ടേഴ്സിലാണ് നമുക്ക് ആക്ച്വലി മൾട്ടി ബാഗർ റിട്ടേൺസ് പോസിബിലിറ്റീസ് ഉള്ളതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെഷൻ വഴിയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ ഇപ്പം തന്നെ ഉറപ്പ് വരുന്നു. ആൻഡ് സെഷൻ മാക്സിമം ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ വീഡിയോ മാക്സിമം ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പവർ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ തടി അല്ലെങ്കിൽ വിറക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അത് കത്തിക്കുകയും അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ എനർജി സോഴ്സായിട്ട് അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ആ തടി എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ വുഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് പറ്റുന്നു, സെക്കൻഡ് ജനറേഷൻ എനർജി സോഴ്സസ് ഡിസ്കവർ ചെയ്യപ്പെടുന്നു. സെക്കൻഡ് ജനറേഷൻ ഏതായിരുന്നു? അത് കോളാണ്, കൽക്കരിയാണ്. കൽക്കരിയുടെ ഉപയോഗം, അത് മാത്രമല്ല സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തം, ഇതൊക്കെയാണ് സെക്കൻഡ് ജനറേഷൻ ആ ഒരു എനർജിയുടെ ഡിസ്കവറിയിലും അതിൻ്റെ യൂസേജിലോട്ടും അതിനെ ലീഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യപ്പെട്ടത്? ഇത് യൂസ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് യൂസ് ചെയ്യപ്പെട്ടത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 1800 മുതൽ 1900 വരെയുള്ള ടൈം ഫ്രെയിമിലാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം എന്ത് പറ്റപ്പെടുന്നു? അതിനുശേഷം തേർഡ് ജനറേഷൻ എനർജി സോഴ്സസ് ഡിസ്കവർ ചെയ്യപ്പെടുന്നു. തേർഡ് ജനറേഷൻ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് ഓയില്, ഗ്യാസ്, ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും മറ്റ് ഡെറിവേറ്റീവ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1900 ആ ഒരു വർഷങ്ങളിലാണ് ഇതിൻ്റെ ഒരു യൂസേജ് വ്യാപകമായിട്ട് വരുന്നത്. ആ സമയത്താണ് ഇത് ഡിസ്കവർ ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 100 വർഷത്തോളം കഴിഞ്ഞേക്കുന്നു, അല്ലെങ്കിൽ 125 വർഷത്തോളം അടുപ്പിച്ചാകാൻ പോകുന്നു. ഇപ്പോഴും നമ്മൾ അടുത്ത ഫോർത്ത് ജനറേഷൻ എനർജി ഏതാണെന്നൊരു കൺഫേം ഡിസിഷനിലോട്ട് എത്തിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇലക്ട്രിസിറ്റിയാണ് ഫോർത്ത് ജനറേഷൻ എന്നും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇലക്ട്രിസിറ്റി അത്ര കണ്ട് ഒരു വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു ഫോർത്ത് ജനറേഷൻ എനർജി സോഴ്സ് ആയിട്ട് പല ആൾക്കാരും കണക്കാക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്, എങ്ങനെയൊക്കെയാണ് ഒരു എന്തൊക്കെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോപ്പർ അതൊരു ഗുഡ് എനർജി സോഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി മുന്നോട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് എനർജി സോഴ്സിൻ്റെ അല്ലെങ്കിൽ ഗുഡ് എനർജി ഫോമിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ അവൈലബിൾ ഓൺ പ്ലെൻറ്റി, അതായത് ഇത് ഒരുപാട് ഉണ്ടായിരിക്കണം. നമുക്ക് ഇപ്പോൾ പറയാം കൽക്കരി ആയാലും അതല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ് ആയാലും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഒരു എൻവയോൺമെൻറ്റകത്ത് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്കടിയിൽ ഒരുപാടുണ്ട്. നമുക്ക് എത്ര വേണം ആവശ്യത്തിന് കുഴിച്ചെടുക്കാൻ കണക്കിന് ആവശ്യത്തിനുള്ള അവിടെ സാധനം അവൈലബിൾ ആണ്, സപ്ലൈ ഉണ്ട്. അപ്പോൾ അവിടെ അവൈലബിൾ ഓൺ പ്ലെൻറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് മീറ്റ് ആവണം. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് അവൈലബിൾ ഓൺ ഡിമാൻഡാണ്. നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ സാധനം കിട്ടണം. അല്ലാതെ അത് കിട്ടുന്ന സമയത്ത് ഉണ്ടായാൽ പോരാ, നമുക്കത് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ ആ സാധനം നമ്മുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് ആ സാധനം അവിടെ അവൈലബിൾ ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് റിലയബിൾ ആയിരിക്കണം. അതായത് നമുക്ക് ഇതിനെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണം. അല്ലാതെ അത് അതിൻ്റേതായിട്ടുള്ള ടൈം ഫ്രെയിമിൽ വന്നു പോകുന്ന സാധനമായിരിക്കാൻ പാടില്ല. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം. നമുക്ക് നമ്മുടെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആയിരിക്കണം. നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ലൈഡിലുണ്ടായിരുന്ന വുഡ്, കോള്, ഓയിൽ, ഈ 3 കാര്യങ്ങളും ഈ 3 സംഭവങ്ങളും നമ്മുടെ ഈ ആദ്യം പറഞ്ഞ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സിനെ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പ്ലെൻറ്റി ആയിട്ട് അവൈലബിൾ ആണ്, ഡിമാൻഡിൽ നമുക്ക് കിട്ടുന്നതാണ്, ഇതൊക്കെ റിലയബിൾ ആണ്, അതേ കണക്ക് തന്നെ ഇതെല്ലാം അഫോർഡബിൾ ആണ്. ഇനി ഇപ്പോഴത്തെ ഒരു ടൈം ഫ്രെയിമിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സോളാർ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജി ഇതുപോലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ ഓൺ പ്ലെൻറ്റിയും അവൈലബിൾ ഓൺ ഡിമാൻഡും ആണ്. പക്ഷേ ഇതൊന്നും തന്നെ റിലയബിൾ അല്ല. ഓക്കെ, ഡിമാൻഡും ഒരു പരിധി വരെ ഡിമാൻഡ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ രാത്രി നമുക്ക് എനർജി ആവശ്യമാണ്, രാത്രി പക്ഷേ നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് പകൽ മാത്രമേ അതിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. ഇനി റിലയബിലിറ്റി നോക്കുകയാണെങ്കിൽ ചില പർട്ടിക്കുലർ കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വർഷത്തിൽ 6 മാസം ഭയങ്കരമായിട്ടുള്ള തണുപ്പുള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ ഭൂമികുലുക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ സോളാർ എനർജി മാത്രമാണ് നമ്മൾ റിലയബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ആ ഒരു റിലയബിലിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കാലാവസ്ഥ ഒരു കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് വിൻഡ് ടർബൈൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ റിലയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് റിലയബിൾ അല്ല. മറ്റ് ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കാൻ നേരത്ത്, അത് നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ഇതൊക്കെ അത്ര കണ്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ,
പക്ഷേ ഇപ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 4 ക്രൈറ്റീരിയാസ് മാത്രം പോരാ. ഇതിൻ്റെ കൂട്ടത്തിലോട്ട് നമ്മൾ ഒരു ക്രൈറ്റീരിയ കൂടെ ആഡ് ചെയ്യണം. അതായത് അഞ്ചാമത്തെ ഒരു ക്രൈറ്റീരിയ കൂടെ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അതൊരു കൃത്യമായിട്ടുള്ളൊരു എനർജി സോഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു ഗുഡ് എനർജി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെ റീസെൻ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് കാരണം ഗവൺമെൻറ്റുകൾ റീസെൻ്റ്ലി ആഡ് ചെയ്തപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്ലീനർ എന്ന് പറയുന്നത്. അതായത് എനർജി എന്ന് പറയുന്നത് അതൊരു ക്ലീനർ സോഴ്സ് കൂടെ ആയിരിക്കണം, അല്ലാതെ അത് പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു എനർജി സോഴ്സ് ആയിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വിൻഡ് എനർജി, അതല്ലെങ്കിൽ എന്താ പറയുക, സോളാർ എനർജി, ഹൈഡ്രജൻ ഫ്യൂവൽസ്, ഇതുപോലെയുള്ള ഫ്യൂവൽസ് എല്ലാം തന്നെ ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ എനർജി എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻ്റ് അകത്തോട്ട് ആഡ് ചെയ്യപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്ലീനർ എന്ന് പറയുന്ന സംഭവം കൂടെ വന്നുകൊണ്ടാണ്. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കാൻ നേരത്ത്, അവൈലബിൾ ഓൺ ഡിമാൻഡ് വെച്ച് നോക്കാൻ നേരത്തും, അല്ലെങ്കിൽ റിലയബിലിറ്റി വെച്ച് നോക്കാൻ നേരത്തും ഇവരൊന്നും തന്നെ ഒരു നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഏത് സമയത്തും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് അല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു എനർജി സെഗ്മെൻറ്റിൻ്റെ ഒരു ടോട്ടൽ ഒരു ഔട്ട്ലുക്ക് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഒരുപാട് സെൽഫ് റിലയബിൾ ആവാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരികയും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യം ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് എവോൾവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാൻ വേണ്ടി അവരൊരു രാജ്യത്തിൻ്റെ അകത്ത് നോക്കുന്ന 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അതിലൊന്നെന്ന് പറയുന്നത് ലേബർ ഫോഴ്സാണ്. ഒരു വലിയൊരു ലേബർ ഫോഴ്സ് വേണം. അതായത് ഇവിടെ ഒരു ബിസിനസ് ഒരാളൊരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, പണി ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ഫോഴ്സ് അവൈലബിൾ ആയിരിക്കണം. അത് മാത്രമല്ല, സെക്കൻഡായിട്ട് അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സഫിഷ്യൻറ്റ് എനർജി ആവശ്യത്തിനുള്ള എനർജി ഉണ്ടോ, ഇവിടെ കൃത്യമായിട്ട് ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യാനുള്ള എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ആൻഡ് തേർഡ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുഡ് ലോജിസ്റ്റിക്സ്. അതായത് ഒരു സാധനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു റോ മെറ്റീരിയൽ കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ഫാക്ടറി വരെ എത്തിക്കാൻ, അതിനുശേഷം ഫിനിഷ്ഡ് ഗുഡ് കൃത്യമായിട്ട് അടുത്ത പോർട്ടുകളിലോട്ട് എത്തിക്കാൻ, ആൻഡ് പോർട്ട് വഴിയിട്ട് ഇത് രാജ്യത്തിൻ്റെ 4 ഭാഗത്തോട്ട് ഇത് സപ്ലൈ ചെയ്യാനും ഒക്കെയുള്ള ലോജിസ്റ്റിക് സപ്പോർട്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇന്ത്യക്കകത്തോട്ട് വരാൻ നേരത്ത് അവർ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ ഒരു സിനാരിയോ എന്തെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൻ്റെ അകത്ത് നമുക്കറിയാം നമ്മളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഓയിലാണ്. ആൻഡ് ഈ ഓയിലിൻ്റെ മെജോറിറ്റി പോർഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ആക്ച്വൽ ഡൊമസ്റ്റിക് ഒരു എന്താ പറയുക, ഓയിലിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30% താഴെ, അല്ലെങ്കിൽ ആ 30% റേഞ്ചിലാണ് ഓൾമോസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആക്ച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനർജി സെക്യൂരിറ്റി ഇല്ല. നമുക്കിവിടെ എനർജി സെക്യൂരിറ്റി ഇല്ല. ഇവിടെ എന്തെങ്കിലും ഈ രാജ്യങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നടക്കുകയോ, അതല്ലെങ്കിൽ ഒരു ഗ്ലോബലി ഒരു യുദ്ധം നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എനർജിയുടെ സപ്ലൈ, അതായത് നമുക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈ നിലയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ അവതാളത്തിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു എനർജിയുടെ സെക്യൂരിറ്റി ഇല്ല. ആൻഡ് നമ്മുടെ ഈ രാജ്യം ഒരു എനർജി സെക്യൂർ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലോബലി നമ്മൾ നോക്കാൻ നേരത്ത് ഇതൊക്കെയാണ് നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഡൊമസ്റ്റിക്കലി നോക്കാൻ നേരത്ത് നമ്മുടെ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റീസ് 2023 കണക്ക് പ്രകാരം ഓൾമോസ്റ്റ് 50% തെർമൽ എനർജി പ്ലാന്റുകളാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഈ തെർമൽ എനർജി പ്ലാന്റ് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കോൺടെക്സ്റ്റിൽ നോക്കാൻ നേരത്ത് നമുക്ക് കേരളത്തിൻ്റെ അകത്ത് എല്ലാം തന്നെ ഹൈഡ്രോ പവർ എനർജീസാണ്, അല്ലെങ്കിൽ ഹൈഡ്രോ എനർജിയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡാമുകൾ ഉണ്ടാക്കുന്നു, ഡാമുകളുടെ അകത്തുള്ള ആ ഒരു എനർജി ജനറേഷൻ, അതായത് ഡൈനാമോ റൺ ചെയ്യിപ്പിച്ചിട്ട്, അതിൻ്റെ വലിയ ഡൈനാമോ ടർബൈൻസ് റൺ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ ആക്ച്വലി എനർജികൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടത്തുന്നത്. പക്ഷേ ഗ്ലോബലി നമ്മൾ നോക്കാൻ നേരത്തോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കാൻ നേരത്തോ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് തെർമൽ എനർജിയിലാണ്, അല്ലാതെ ഹൈഡ്രോ പവേഴ്സിലല്ല. തെർമൽ എനർജിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം ചൂടാക്കുന്നു. ആ വെള്ളത്തിൻ്റെ നീരാവി കാരണം ആ നീരാവിയിൽ നിന്ന് വരുന്ന പ്രഷർ കൊണ്ട് ടർബൈൻസ് കറക്കപ്പെടുന്നു. ആൻഡ് ആ ടർബൈൻസ് ഡൈനാമോയായിട്ട് അറ്റാച്ച് ആയിരിക്കും, അവിടെ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ തെർമൽ പവർ പ്ലാന്റുകളോ അല്ലെങ്കിൽ തെർമൽ എനർജി പ്ലാന്റുകളോ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളിവിടുത്തെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ 50% ഈ തെർമൽ എനർജി പ്ലാന്റുകളാണ്, അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റീസ് ആണ്, അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുകളാണ്. ഹൈഡ്രോ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10% മാത്രമേ ഉള്ളൂ. അത്രണ്ട് ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളമൊക്കെയാണ് ഒരുപാട്
നദികളും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വലിയ വാട്ടർ റിസോഴ്സസ് ഉള്ള സ്റ്റേറ്റ്സ് എന്ന് പറയാം. ബാക്കിയുള്ള പല സ്റ്റേറ്റുകളിലും അത്ര കണ്ട് വാട്ടർ റിസോഴ്സസ് ഇല്ല. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ കോളിൻ്റെ ആവശ്യത്തിനുള്ള സപ്ലൈ. അത് മാത്രമല്ല നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഫോസിൽ ഫ്യൂവലുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ അത് തെർമൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ കൂടെ തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു 25% സോളാർ ആൻഡ് വിൻഡ് കപ്പാസിറ്റീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് മിച്ചമുള്ള ഒരു 15% വരുന്നതെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, അത് മാത്രമല്ല ഗ്യാസ്, ബയോഗ്യാസ്, CNG, ബയോഗ്യാസ്, ഇതുപോലെയുള്ള മറ്റ് കാര്യങ്ങളിൽ നിന്നാണ് ബാക്കി എനർജിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ 50% നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ തെർമൽ എന്ന് പറയുന്ന ഒറ്റ സെഗ്മെൻറ്റിൻ്റെ അകത്താണ്. പക്ഷേ ഈ തെർമലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ 75% എനർജിയുടെ പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അതായത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 50% ആണെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് 75% കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക തെർമൽ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻ്റ് അകത്താണ്. അതിൻ്റെ ഒരു 10% കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഈ ഒരു റിന്യൂവബിൾ സോഴ്സസ് ആണ്. 10% കോൺട്രിബ്യൂഷൻ. 25% ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ള സാധനമാണ്, പക്ഷേ ഇവിടെ നിന്ന് 10% മാത്രമേ കോൺട്രിബ്യൂഷൻ വരുന്നുള്ളൂ. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ആക്ച്വലി ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ സോളാറും വിൻഡും എന്നൊക്കെ പറയുന്നത് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിൻ്റേതായിട്ടുള്ള ടൈം ഫ്രെയിമുകളുണ്ട്. ആ സമയത്തൊക്കെ മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പകൽ രാവിലെ 9 മണി തൊട്ട് ഒരു 5 മണി വരെ മാത്രമേ ഇതിൻ്റെ സോളാറിൻ്റെ ആക്ച്വലി ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അതിലും പിന്നെ മൺസൂൺ സീസണിൽ കൃത്യമായിട്ടുള്ള യൂട്ടിലൈസേഷൻ നടക്കത്തില്ല. പിന്നെ മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ മൺസൂൺ മാത്രമല്ല ഒരു വിൻ്റർ ടൈം വരുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ടൈം ഫ്രെയിമിൽ അത് എനർജി കൃത്യമായിട്ട് അവിടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അതിൻ്റെ അകത്തുനിന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നതാണ്. പിന്നെ വിൻഡ് നമുക്കറിയാം, വിൻഡൊക്കെ തന്നെ വിൻഡായാലും സോളാർ ആയാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫി വൈസും ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാ സ്ഥലത്തും നമുക്ക് വിൻഡും സോളാറും ഒന്നും കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇന്ത്യക്കകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിൻഡ് കപ്പാസിറ്റീസ് അല്ലെങ്കിൽ വിൻഡ് ടർബൈൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും ഗുജറാത്തിലുമാണ്. അവിടെ രണ്ട് മാത്രമേ ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള കാറ്റ് കിട്ടത്തുള്ളൂ. എല്ലാ സ്ഥലത്ത് ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള കാറ്റ് പോലും കിട്ടത്തില്ല. പിന്നെ ഈ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൊടുങ്കാറ്റ് അടിക്കാൻ നേരത്തോ അല്ലെങ്കിൽ മറ്റ് ഹറിക്കെയിൻസ്, സൈക്ലോൺസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് കൂടുതൽ വിൻഡ് എനർജി കൊണ്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ സമയത്തൊക്കെ ഇതിനെക്കാട്ടിയും കുറവ് ആണ് എനർജി പ്രൊഡക്ഷൻ ഈ പർട്ടിക്കുലർ വിൻഡ് ടർബൈൻസ് വഴിയിട്ട് നടക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെയുള്ള ഡാറ്റാസ് നമ്മൾ പരിശോധിക്കുന്ന നേരത്ത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആക്ച്വലി ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് എത്ര പെർസെൻറ്റേജ് കപ്പാസിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിൻ്റെ അകത്തുനിന്ന് എത്ര പെർസെൻറ്റേജ് നമുക്ക് ആക്ച്വലി എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് പറയുന്നതാണ് PLF എന്ന് പറയുന്നത്, പ്ലാന്റ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് ലോഡ് ഫാക്ടർ അല്ലെങ്കിൽ ഇതൊരു കൈൻഡ് ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷനെ നമ്മളൊരു എനർജി എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിൻ്റെ അകത്ത് നമ്മൾ വേറൊരു പേരിൽ വിളിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഈ ഒരു കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സസിന്, അതായത് സോളാർ, വിൻഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഓൾമോസ്റ്റ് 50% മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ഇത് മൺസൂൺ ടൈമിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും താഴോട്ട് പോകും. ആവറേജ് എന്ന് പറയുന്നത് 30 to 35% ആയിട്ട് എഗെയിൻ റെഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂസ് കാര്യങ്ങളിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന കമ്പനി ഇത്ര ഗിഗാവാട്ടിൻ്റെ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നു, ഓക്കെ, ഇന്ന കമ്പനി ഇത്ര സോളാർ എനർജി അല്ലെങ്കിൽ ഇത്ര ഗിഗാവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നു, ഇത്ര ഗിഗാവാട്ടിൻ്റെ റിന്യൂവബിൾ എനർജി പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നു. എന്ത് കാര്യത്തിന്? പക്ഷേ ഇത്ര കണ്ട് വലിയ പ്ലാന്റ് സെറ്റപ്പ് ചെയ്തിട്ട് പോലും അതിൻ്റെ അകത്തുനിന്നുള്ള ആക്ച്വൽ പ്രൊഡക്ഷൻ ഏറ്റവും മികച്ച ടൈമിൽ 50%. അതേ സമയത്ത് മൺസൂൺ പോലെയുള്ള വളരെ മോശപ്പെട്ട സമയത്താണെങ്കിൽ 30 to 35%. ആ രീതിയിൽ മാത്രമേ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വലിയ നമ്പേഴ്സ് കേട്ട് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഒരുപാട് ലുവേർഡ് ആവല്ല. കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് വരുന്നത്. തെർമൽ പോലെയുള്ള പവർ പ്ലാന്റുകൾ ഇതിനെക്കാട്ടി നല്ല ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ തരാറുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു തെർമൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, തെർമൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ അപ്രൂവൽസും ഉണ്ട്. ഒരു കമ്പനിക്ക് എല്ലാ അപ്രൂവൽസും ഉണ്ടെങ്കിൽ പോലും, അതൊരു ഗവൺമെൻറ് കമ്പനിയാണ്, അവർക്ക് എല്ലാ അപ്രൂവൽസും ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് ഫസ്റ്റ് ക്യാഷ് വെളിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NTPC നമുക്കറിയാം, ഒരു പവർ സെക്ടറിൻ്റെ അകത്തുള്ള ഒരു കമ്പനിയാണ്. ഇവരൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നു, ഒരു തെർമൽ എനർജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു
പ്ലാന്റ് ഉണ്ടാക്കുന്നു. ആൻഡ് ആ പ്ലാന്റിൻ്റെ അകത്ത് അവരെല്ലാ അപ്രൂവലും എല്ലാ കാര്യങ്ങളും അവർക്കെല്ലാം ഫേവറബിൾ ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് ഒരു ഇത് കിട്ടണമെങ്കിൽ, പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 5 മുതൽ 8 വർഷം വരെ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് അവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു അനൗൺസ്മെൻറ്റ് തുടങ്ങി ആദ്യത്തെ 5 മുതൽ 8 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് പ്രോഫിറ്റ് കിട്ടി തുടങ്ങത്തുള്ളൂ. അത് മാത്രമല്ല, ഇവർ ഈ മൊത്തത്തിൽ ആ പ്ലാന്റിന് വേണ്ടിയിട്ട് ഇട്ട പൈസ മൊത്തം ഇവർക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ 20 മുതൽ 25 വർഷത്തെ ടൈം ഫ്രെയിം എടുക്കും. ഓക്കെ, 20 മുതൽ 25 വർഷത്തെ ടൈം ഫ്രെയിം എടുക്കും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കമ്പനി അതിൻ്റെ അകത്ത് മൊത്തം ഇട്ട പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു പവർ സെക്ടറിൻ്റെ അകത്ത് ഗവൺമെൻറ് കമ്പനികൾ കൂടുതലുള്ളത്? കാരണം ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 20 മുതൽ 25 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് പൈസ വെളിയിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഇട്ട പൈസ വെളിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു അംബാനിയുടെയോ അല്ലെങ്കിൽ അദാനിയുടെയോ ഇവരുടെയൊക്കെ ഒരു പൊസിഷനിൽ നിന്നിട്ട് ചിന്തിച്ച് നോക്കുക, അവർ ഇതിൻ്റെ അകത്ത് ഇൻഫ്യൂസ് ചെയ്യുന്ന ഓരോ പൈസയും ഇവർക്ക് ബാങ്കിൽ ഇൻഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഇതിനെക്കാട്ടി പെട്ടെന്ന് അവർക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 20 വർഷം കഴിയുകയാണെങ്കിൽ അവർ ഇടുന്ന പൈസ 4 ഇരട്ടിയാവും. പക്ഷേ ഇവിടെ 20 വർഷം കഴിയാൻ നേരത്ത് അവരിട്ട പൈസ റിക്കവർ ചെയ്ത് മാത്രമേ കിട്ടത്തുള്ളൂ, ആക്ച്വൽ ക്യാപിറ്റൽ മാത്രമേ അവിടെ തിരിച്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്ര കണ്ട് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ വളരെ കുറഞ്ഞൊരു ബിസിനസ് മോഡലാണ് ഈ ഒരു തെർമൽ അല്ലെങ്കിൽ ഈ ഒരു പവർ സെക്ടർ എന്ന് തന്നെ നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റും. പക്ഷേ അത് മാത്രമല്ല, നമുക്കിവിടെ സോളാർ വിൻഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സോളാർ വിൻഡിൻ്റെ അകത്ത് നമുക്ക് 2 മുതൽ 3 വർഷത്തിൻ്റെ അകത്ത് നമ്മുടെ ആക്ച്വൽ പൈസ തിരിച്ച് കിട്ടി തുടങ്ങും. ഓക്കെ, അതായത് ഈ നേരത്തെ പറഞ്ഞ സിനാരിയോയിൽ ഈ 5 മുതൽ 8 വർഷം വരെ എടുക്കുന്ന ആ ഒരു ഫാക്ടറി ഇവിടെ 2 മുതൽ 3 വർഷം വരെ ആയിട്ട് ചുരുങ്ങുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെയും നമ്മൾ ഇട്ട പൈസ മൊത്തത്തിൽ തിരിച്ചെടുക്കണമെങ്കിൽ ഏകദേശം ഇതോ ഇതിനെക്കാട്ടി മേലോ ടൈം ഫ്രെയിം എടുക്കുന്നതാണ്. അപ്പോൾ അത്ര കണ്ട് ഇവിടെയും നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി പവർ സെക്ടറിൻ്റെ അകത്ത് നമുക്ക് ഇതിന് മുമ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വെൽത്ത് ജനറേഷൻ സ്റ്റോറീസ് ഒന്നും തന്നെ നമുക്ക് പറയാനില്ലാത്തത്. കാരണം കമ്പനീസിൻ്റെ റേഷ്യോസ് അല്ലെങ്കിൽ കമ്പനീസ് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ലാഭമൊന്നും ആക്ച്വലി ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, ആൻഡ് ഈ ഒരു ഫാക്ടറെല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോളാർ എന്ന് പറയുന്ന സാധനം ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഒരുപാട് വലിയ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ആയിരിക്കും ഇനി ഇന്ത്യക്കകത്ത് മൊത്തം ഇവിടെ എല്ലാം സോളാർ മാത്രമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം തെർമൽ ഉണ്ടായിരിക്കും. തെർമൽ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകത്തില്ല. തെർമൽ പവർ പ്ലാന്റുകൾ തന്നെയായിരിക്കും ഇനിയും നമ്മുടെ രാജ്യത്തിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. കാരണം അവരുടെ ആ ഒരു പെർസെൻറ്റേജ് 25% ഇപ്പോൾ ഓൾറെഡി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും 10% മാത്രമേ അതിൻ്റെ അകത്തുനിന്ന് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അതേസമയം 50% തെർമൽ പ്ലാന്റുകളുണ്ട്. അതിൻ്റെ അകത്ത് 50% തെർമൽ പ്ലാന്റുകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള 75% എനർജി യൂസേജിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്ര കണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള തെർമലിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. നമ്മളിപ്പോഴും നമ്മുടെ രാജ്യം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന തെർമലിലാണ്. ഇനി മുന്നോട്ട് പോകാൻ നേരത്തെ എത്ര കണ്ട് ഒരു സോളാർ വിൻഡൊക്കെ ഇൻഫ്യൂസ് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റുകൾ ഒക്കെ സെറ്റപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെയും തെർമൽ തന്നെയായിരിക്കും നമ്മുടെ മേജർ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. തെർമൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്നതല്ല. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഇഷ്യൂസ്, അതായത് നേരത്തെ നമുക്ക് തെർമൽ പ്ലാന്റുകൾ പല സ്ഥലങ്ങളിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്ക് തെർമൽ പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് സോളാർ വരാൻ നേരത്ത് നമുക്കിപ്പോൾ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ സോളാർ വർക്ക് ആവുന്നതായിരിക്കും. പക്ഷേ അതേ സമയത്ത് നമുക്ക് ജമ്മു കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അതിൻ്റെ അല്ലെങ്കിൽ ഹില്ലി റീജിയൻസിൽ നമുക്കിത് വർക്ക് ചെയ്യത്തില്ല. നോർത്ത് ഈസ്റ്റിൽ ഇത് അത്ര കണ്ട് വർക്ക് ചെയ്യത്തില്ല. വിൻഡ് നമുക്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇന്ത്യക്കകത്ത് ഗുജറാത്തും തമിഴ്നാട് 2 സ്ഥലങ്ങൾ മാത്രമേ വിൻഡ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വിൻഡ് ടർബൈൻസ് വളരെ വലിയ സ്കെയിലിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റീസൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസപ്പെടുന്നതുമായിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഈ സോളാറും വിൻഡിനും നേരത്തെ പറഞ്ഞിട്ടുള്ള പ്ലാൻ ലോഡ് ഫാക്ടർ വളരെ കുറവാണ്. പിന്നെ മാത്രമല്ല ജിയോഗ്രഫി വഴിയിട്ട് പല സ്ഥലങ്ങളിലും ഇവരുടെ ബിസിനസ് കൃത്യമായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഗവൺമെൻറ് ഇപ്പോഴും ആക്ച്വലി സപ്പോർട്ട് കൊടുക്കുന്നത്, ഒരു മേജർ സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു റിന്യൂവബിൾ എനർജി സോഴ്സസിന് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 2030 അകത്ത് എത്രമാത്രം പുതിയ ഇൻസ്റ്റാളേഷൻസ് എനർജി സെക്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ പവർ സെക്ടറിൻ്റെ അകത്ത് എത്രമാത്രം പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ടോ അതിൻ്റെ 60% ഈ ഒരു റിന്യൂവബിൾ എന്ന് പറഞ്ഞ എനർജി സെക്ടറിൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ബാക്കി 40% മാത്രമേ തെർമൽ പവർ പ്ലാന്റുകളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ന്യൂക്ലിയറോ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ തെർമലിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്ക് ആ 40% മതി അവരൊരു മേജർ പ്ലെയർ ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട്, ഇനഫ് ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ആ ഒരു 40% മതിയാവും. ആ ഒരു തിയറി കൂടെ നിങ്ങളുടെ മനസ്സിലെപ്പോഴും വെച്ചേക്കണം. പിന്നെ മാത്രമല്ല ഒരുപാട് കോർപ്പറേറ്റുകളും ഇപ്പം കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ് കൂടുതൽ റിന്യൂവബിൾ എനർജീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട്
കോർപ്പറേറ്റുകളും പ്രൈവറ്റ് സെക്ടറിൻ്റെ അകത്ത് അവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതലും ഈ ഒരു എന്താ പറയുക റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻ്റ് അകത്താണ് കൂടുതലും നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഒരു മാക്രോ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു സെക്യുലർ ഗ്രോത്ത് തീമാണോ നിങ്ങൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഇവിടെ രാജ്യത്തിൻ്റെ അകത്ത് നോക്കാൻ നേരത്തെ ഏകദേശം 12-15 വർഷം 10-12 വർഷത്തിൻ്റെ എന്തോ ഒരു ടൈം ഫ്രെയിമിന് ശേഷമാണ് ഇപ്പോൾ ആക്ച്വലി കമ്പനീസൊക്കെ കൂടെ ഇത്ര കണ്ട് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊരു ബൂസ്റ്റ് കാണിക്കുകയും അതുമാത്രമല്ല ഇത്ര കണ്ട് ഗവൺമെൻറ് ഓർഡേഴ്സ് ഒക്കെ വരികയും ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം സൈക്ലിക്കൽ പ്ലേ ആണ്. ഇതിൻ്റെ ഒരു സൈക്കിൾ ലാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2, 3, 4 വർഷത്തെ ഒരു അപ് ട്രെൻഡ്, ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള അപ് ട്രെൻഡ് കാണും. അതിനുശേഷം 10 വർഷം 12 വർഷം 15 വർഷം നീളുന്ന ഡൗൺ സൈഡാണ് ഇതുപോലെയുള്ള കമ്പനീസിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാപെക്സ് റിലേറ്റഡ് പ്ലേ ആണ്. ഒരു പർട്ടിക്കുലർ സമയത്ത് ഗവൺമെൻറ് പറയുകയാണ് ഞങ്ങൾക്ക് ഇത്ര ഉണ്ട് നമ്മുടെ എനർജി പ്രൊഡക്ഷൻ കൂട്ടണം, അടുത്ത 2030 അകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. ഇങ്ങനെ കുറേ ടാർഗറ്റുകൾ കൊടുക്കുന്നു. ആ ടാർഗറ്റുകൾ ബേസ് ചെയ്തിട്ട് ആദ്യത്തെ കുറച്ച് വർഷത്തിൻ്റെ അകത്ത് അവർ കുറേ പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യുന്നു. ഓക്കെ, ഈ പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ആക്ച്വലി ഈ കമ്പനീസിൻ്റെ പലതും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നത്. അതിനുശേഷം എന്ത് പറ്റുന്നു, പ്രോഫിറ്റബിലിറ്റി എന്ന് കാണിക്കാൻ പറ്റില്ല. അവർ കൂടുതലും ഇതൊക്കെ ഇപ്പോൾ ഈ കമ്പനീസൊക്കെ നിങ്ങൾ നോക്കുക, ഇവരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓർഡർ ബുക്കിൻ്റെ ബേസിലാണ് ഇവരെല്ലാം പല കമ്പനീസും റണ്ണപ്പുകൾ കാണിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റബിലിറ്റിയോ സെയിൽസോ പോലും വരുന്നില്ല. അവരുടെ ഓർഡർ ബുക്ക് ഇത്ര കണ്ട് വലിയ ഓർഡർ ബുക്ക് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്ര ഓർഡർ വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനീസ് എല്ലാം തന്നെ റണ്ണപ്പുകൾ കാഴ്ചവെക്കുന്നത്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോ അടുത്ത 5 വർഷത്തേക്കും 10 വർഷത്തേക്കും 15 വർഷത്തേക്കും ഒന്നും നീളുന്ന സിനാരിയോ അല്ല. ഇത് വളരെ കുറച്ച് ടൈം ഫ്രെയിമിലത്തേക്ക് ആ ഒരു മൊമെൻറ്റം കാണും. അതിനുശേഷം ഈ കമ്പനീസ് എല്ലാം തിരിച്ച് താഴത്തെ ലെവലിലോട്ട് പോകുന്നതായിരിക്കും. ഇതൊരു ഹൈലി സൈക്ലിക്കൽ പ്ലേ ആണ്. ആ ഒരു ക്യാപെക്സ് നടക്കുന്ന സമയത്താണ് ഇവൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേഷൻസ് നടക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിനെ മൊത്തത്തിൽ 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ് ആ 3 എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത് ഈ എനർജി ജനറേഷൻ അല്ലെങ്കിൽ പവർ ജനറേഷൻ കമ്പനീസാണ് ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ പവർ ജനറേഷൻ്റെ അകത്ത് വരുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ NHPC, NTPC അല്ലെങ്കിൽ SJVN, ടാറ്റ പവർ, ടൊറൻറ്റ് പവർ, JSW എനർജി, ഇതുപോലെയുള്ള കമ്പനീസൊക്കെയാണ് ഈ എനർജി ജനറേഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇവർ ആക്ച്വലി കോറായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ സെഗ്മെന്റ് ആണ്. ട്രാൻസ്മിഷൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു പ്ലാന്റിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ പ്ലാന്റിൽ നിന്ന് മറ്റൊരാളുടെ വീട്ടിലോട്ട് പവർ എത്തിക്കണമെങ്കിൽ ഈ പ്ലാന്റിൽ നിന്ന് വേറൊരു പ്ലാന്റിലോട്ട് അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക ഒരു വയർ വലിച്ച് അതല്ലെങ്കിൽ ഒരു വലിയ കേബിൾ വലിച്ച് പോസ്റ്റ് വഴിയിട്ട് പവർ കൊണ്ടുപോകണം. അപ്പോൾ ആ പവർ കൊണ്ടുപോകുന്നതിന് ആ ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നതിനാണ് നമ്മൾ എന്താ പറയുക ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെന്റ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ സ്റ്റെർലൈറ്റ് പവർ, അദാനി ട്രാൻസ്മിഷൻ, പവർ ഗ്രിഡ്, ഇതുപോലെയുള്ള കമ്പനീസ് ഒക്കെയാണ് ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻ്റ് അകത്ത് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ 3ാമത്തെ സെഗ്മെൻറ്റ്. ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഒരു സബ്സ്റ്റേഷൻ വരെ വരുന്ന പവറിനെ നമ്മൾ അടുത്ത് നമ്മുടെ വീടുകളിലോട്ട് ചെറിയ ചെറിയ പോസ്റ്റുകൾ വഴിയിട്ടോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. അതായത് ഫസ്റ്റ് എനർജി ജനറേഷൻ നടക്കുകയാണ്, അതായത് പവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ആ സ്റ്റേഷൻ്റെ അകത്തോട്ട് ഇതെല്ലാം കൂടെ ചെല്ലുന്നു, ഈ പവറെല്ലാം കൂടെ ചെല്ലുന്നു, വയർ വലിച്ചിട്ട് ചെല്ലുന്നു. അതിനുശേഷം എന്ത് പറ്റുന്നു, ഇവിടെ വെച്ചിട്ട് ഈ പവറിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ്. അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വളരെ ഹൈ ആക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിഷൻ കമ്പനീസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കമ്പനീസ് വരുന്നു. അവർ ഈ ഒരു പർട്ടിക്കുലർ പവറിനെ അടുത്ത് വേറൊരു സ്ഥലത്തോട് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടത്തുകയാണ്. ഇത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ വളരെ വലിയ മറ്റേ ഹൈ വോൾട്ടേജ് പവർ കേബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു 2 നില 3 നില 5 നില പൊക്കത്തിൻ്റെയൊക്കെ വലിയ പോസ്റ്റുകൾ വെച്ചിട്ട് വലിയ രീതിയിലുള്ള പവർ കേബിൾസ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ടൈപ്പ് പവർ എന്താ പറയുക ട്രാൻസ്ഫ്യൂഷനാണ് നടത്തുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പല സ്ഥലത്തുമായിട്ടും. ഓക്കെ, ഇതിനെയാണ് ആ വലിയ കേബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള കേബിൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോസ്റ്റുകളിൽ നിന്ന് കേബിൾ വലിച്ച് വലിയ രീതിയിലുള്ള ട്രാൻസ്മിഷൻസ് നടത്തില്ലേ. ഈ ഒരു സെഗ്മെൻറ്റകത്ത് പ്രവർത്തിക്കുന്ന കമ്പനീസിനാണ് നമ്മൾ ഈ ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റകത്തുള്ള കമ്പനീസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റ്. അതായത് ഈ ലാസ്റ്റായിട്ട് ഈ ഒരു പർട്ടിക്കുലർ കേബിൾ വഴിയിട്ട് വന്ന പവറിനെ അവരെന്ത് ചെയ്യും, അടുത്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. കാരണം അത്ര കണ്ട് വലിയ വോൾട്ടേജിലോട്ട് ആൾക്കാരുടെ വീട്ടിലോട്ട് ഒരു പവർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തിനാണ് ഇത്ര കണ്ട് പവർ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിലാക്കി കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്മിഷൻ ഫേസിൻ്റെ അകത്ത് ഇവരുടെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാനും കറണ്ട് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ചാൻസസ് ഉണ്ട്, പവർ ലോസിനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ആ പവർ ലോസിനുള്ള ചാൻസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനുശേഷം
അടുത്ത ഒരു സബ്സ്റ്റേഷൻ എത്താൻ നേരത്ത് അവിടെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഇതിനെ തിരിച്ച് പവറൊക്കെ റെഡ്യൂസ് ചെയ്യും, വോൾട്ടേജ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തതിന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഇതിനെ ഏറ്റെടുക്കുകയും നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലോട്ട് ഈ പർട്ടിക്കുലർ പവറിനെ ഇവർ എന്ത് ചെയ്യുക, കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഈ പർട്ടിക്കുലർ ഒരു ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വാല്യൂ ചെയിൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എനർജി അല്ലെങ്കിൽ പവർ ജനറേഷൻ എന്ന് പറയുന്ന ആ സെഗ്മെൻ്റ് അകത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ അകത്ത് ആ ഒരു സെഗ്മെൻ്റ് അകത്ത് പോലും ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇത് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ്റെ അകത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. പിന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻ്റ് അകത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ സെഗ്മെൻ്റ് അകത്തും ഇഷ്ടം പോലെ കമ്പനീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻ്റ് ഔട്ട്ലുക്ക് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വാല്യൂ ചെയിൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ സെക്ടറിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ വേൾഡ് ബാങ്കുകൾ, അതല്ലെങ്കിൽ വലിയ രീതിയിൽ പൈസ കടം കൊടുക്കുന്ന കമ്പനീസാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കമ്പനീസ്. ആൻഡ് ഈ കമ്പനീസിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ നോഡൽ ഏജൻസീസ് എന്ന് പറയും. നോഡൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ലോക്കലി ഉള്ള പവർ കമ്പനീസിന് പൈസ കടം കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ REC, PFC, REC എന്ന് പറഞ്ഞാൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, അതുപോലെ തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ഇതുപോലെയുള്ള കമ്പനീസിനൊക്കെയാണ് നമ്മൾ നോഡൽ ഏജൻസീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ നോഡൽ ഏജൻസീസ് എന്ത് ചെയ്യും, അവർ ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് ബാങ്കുകളെയോ അതല്ലെങ്കിൽ വലിയ മറ്റ് രാജ്യങ്ങളെ എവിടെയൊക്കെ റിന്യൂവബിൾ എനർജിയിൽ പൈസ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനകത്തോട് പൈസ ഇടാൻ താല്പര്യമുള്ള കമ്പനീസിനെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഇവർ സമീപിക്കും. ഈ PFC എന്നും REC എന്നൊക്കെ പറയുന്ന ടൈപ്പ് കമ്പനീസ് ഇവരെ സമീപിക്കും. എന്നിട്ട് ഇവരെ കയ്യിൽ നിന്ന് വളരെ ലോ ഇൻട്രസ്റ്റിന് ഇവർ പൈസ റൈസ് ചെയ്യും. ലോ ഇൻട്രസ്റ്റിന് പൈസ റൈസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, മറ്റ് പവർ ജനറേഷന് താല്പര്യമുള്ള കമ്പനീസിന് ഇതേ സെയിം പൈസ തിരിച്ച് റീലെൻഡ് ചെയ്യും. ഇന്ത്യക്കകത്തുള്ള മറ്റ് PSU കമ്പനികൾക്ക് കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇവർ തിരിച്ച് ആ പൈസ തന്നെ തിരിച്ച് റെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക, അത് ലോണായിട്ട് കൊടുക്കും. ആ ലോണായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവർ വളരെ ചെറിയ മാർജിനിലാണ് കൊടുക്കുന്നത്. കാരണം ഇവർ തന്നെ ഓൾറെഡി ഒരു PSU കമ്പനിയാണ്. ആൻഡ് ഇവർ കൊടുക്കുന്ന പൈസ കടം കൊടുക്കുന്നതും രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പൈസ കടം കൊടുക്കുന്നത്. അവർ അതേ കണക്ക് തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും കൊടുക്കുന്നത്. ആ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ കിട്ടിയാൽ മാത്രമേ ഈ പവർ ജനറേഷൻ കമ്പനീസിന് അത് കുറച്ചെങ്കിലും വയബിൾ ആവത്തുള്ളൂ. ഒരുപാട് ഹൈ ഇൻട്രസ്റ്റ് റേറ്റിനാണ് ഇവർ ഈ പൈസ കടമായിട്ട് എടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൈസയൊക്കെ തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 20-25 വർഷത്തെ ടൈം എടുക്കും. അപ്പോൾ അത്രയും 20-25 വർഷം കൊണ്ടിട്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ വളരെ വലിയ പെർസെൻറ്റേജിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതേ കണക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ കിട്ടണം. അതിനുശേഷം എന്ത് പറ്റുന്നു, ഈ പവർ ജനറേഷൻ നടത്തുന്ന കമ്പനീസ് അവർ EPC പ്ലേയേഴ്സിന് കോൺട്രാക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, EPC പ്ലേയേഴ്സിന് കോൺട്രാക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള NTPC അല്ലെങ്കിൽ NHPC ഇതുപോലുള്ള കമ്പനീസ് ഡയറക്റ്റ് ഈ പർട്ടിക്കുലർ പവർ പ്ലാന്റ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ EPC പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിട്ട് ഈ പർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടിയിട്ട് പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റെർലിംഗ്, വിൽസൺ, അതല്ലെങ്കിൽ ടെക്നോ ഇലക്ട്രിക്, കൽപ്പതാരു, ഇതുപോലെയുള്ള ഒരു KEC ഇൻ്റർനാഷണൽ, ഇതുപോലെയുള്ള ഒരുപാട് കമ്പനീസ് ഇതിൻ്റെ ഇടയിലുണ്ടായിരിക്കും. ഓക്കെ, അവരൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള EPC പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ നിന്ന് നമ്മുടെ PFC എന്ന് പറയുന്ന കമ്പനി പൈസ റൈസ് ചെയ്യുന്നു. PFC ആർക്ക് കൊടുക്കുന്നു, അവർ NTPC എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കുന്നു. എക്സാമ്പിൾ പറയണം കേട്ടോ, ഒരു വാല്യൂ ചെയിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതി പറയാൻ വേണ്ടിയിട്ട്. NTPC എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടെ വന്നിട്ട് സ്റ്റെർലിംഗ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇതിൻ്റെ അടുത്ത് കോൺട്രാക്ട് കൊടുക്കുന്നു, ഈ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതിവിടെ സ്റ്റെർലിംഗ് മാത്രമല്ല, ഏതൊക്കെ EPC പ്ലേയേഴ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും, അവർ ടെൻഡറുകൾ സബ്മിറ്റ് ചെയ്യും. ഈ ടെൻഡറുകൾ സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ടെൻഡറിന് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കോസ്റ്റിലുള്ള ടെൻഡർ സബ്മിറ്റ് ചെയ്ത കമ്പനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇത് കിട്ടും, ഓർഡർ കിട്ടുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, ആ EPC പ്ലെയർ അടുത്ത് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോണതിൻ്റെ ഇടയിൽ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കും. അവിടെ ഒരുപാട് പ്രോക്സി പ്ലേയേഴ്സും കയറി വരുന്നതാണ്. അതിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെറ്റപ്പിലാണെങ്കിൽ എന്തൊക്കെയായിരുന്നു, അതായത് ട്രാൻസ്ഫോമേഴ്സ് വേണം, അത് വേണം, ഇത് വേണം, കപ്പാസിറ്റേഴ്സ് വേണം, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ വേണ്ടിയാണ്. ഈ സാധനങ്ങൾക്കൊക്കെ ഉള്ള പ്രോക്സി പ്ലേയേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെയാണ്. ഈ പ്രോക്സി പ്ലേയേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു പവർ ജനറേഷൻ കമ്പനിയുടെ കാര്യം പറഞ്ഞാണ്. ഇനി അതല്ലാതെ ഇതേ സെയിം സിനാരിയോയിൽ തന്നെയായിരിക്കും ഒരു എനർജി ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റും വർക്ക് ചെയ്യുന്നത്. അതായത് 1 സെക്കൻഡ്,
എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിനകത്ത്, അതായത് പവർ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് പറഞ്ഞത്. ഈ എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിനകത്ത് ആരാണ് അവിടുത്തെ നോഡൽ ഏജൻസി? അവിടുത്തെ നോഡൽ ഏജൻസി എന്ന് പറഞ്ഞാൽ പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ വേൾഡ് ബാങ്ക് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പവർ ഗ്രിഡ് പൈസ റൈസ് ചെയ്യുന്നു. അതടുത്ത് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിനകത്തുള്ള കമ്പനീസ്, ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിനകത്ത് നമ്മൾ നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് നമ്മുടെ എന്താ പറയുക, അദാനി ട്രാൻസ്മിഷൻ, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റെർലൈറ്റ് പവർ, ഇതുപോലെയുള്ള കമ്പനീസാണ്. ഈ കമ്പനീസിന് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് അദാനി ട്രാൻസ്മിഷൻ തന്നെ എടുക്കാം. അദാനി ട്രാൻസ്മിഷൻ ഇവരുടെ കയ്യിൽ നിന്ന് വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ പർട്ടിക്കുലർ പൈസ റൈസ് ചെയ്യുന്നു. അവർ ചിലപ്പോൾ അതൊരു മറ്റൊരു EPC പ്ലെയറിനെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് മറ്റൊരു EPC പ്ലെയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ആൻഡ് ആ പർട്ടിക്കുലർ ഒരു EPC പ്ലെയർ അടുത്ത് ആ ഒരു ട്രാൻസ്മിഷന് വേണ്ടി, ഇവിടെ പവർ പ്ലാന്റ് ആയിരിക്കത്തില്ല, മറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ ടവറുകൾ, കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്. അത് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ആദ്യം കുറേ പ്രോക്സി പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഇടയിൽ. അതായത് ഈ പർട്ടിക്കുലർ ടവറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീലും അതേ കണക്ക് തന്നെ കേബിളുകളും ഒക്കെ വിൽക്കുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. അവരുടെ കയ്യിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്നു. ഈ പർട്ടിക്കുലർ ഈ ഒരു പർട്ടിക്കുലർ ടവറും അതേ കണക്ക് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റ് മൊത്തത്തിൽ അവർ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ ചെയിന് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 2030 അല്ലെങ്കിൽ 2035 ആണെന്ന് തോന്നുന്നു. ഏകദേശം 10 വർഷത്തെ, അടുത്ത 10 വർഷത്തെ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് 15 ലക്ഷം കോടിയുടെ പ്രോജക്റ്റുകളാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. ഓക്കെ, എനർജി പ്രൊഡക്ഷൻ സൈഡിൻ്റെ അകത്ത്. അതേ കണക്ക് തന്നെ എനർജി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സൈഡിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 3 ലക്ഷം കോടിയുടെ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ലക്ഷം കോടിയുടെ പ്രോജക്റ്റുകൾ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആക്ച്വൽ തീം എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ഗ്രിഡാണ്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ അകത്താണ് ഏറ്റവും നല്ല ഒരു വെൽത്ത് ക്രിയേഷൻ പോസിബിലിറ്റി നമുക്കിവിടെ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ എവിടെയൊക്കെ പവർ പ്ലാന്റുകൾ വേണോ അവിടെയൊക്കെ അതാത് സ്റ്റേറ്റുകളിൽ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതാത് റീജിയണിൽ പവർ പ്ലാന്റുകൾ സെറ്റപ്പ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജിയിലാണ്. അതിൻ്റെ നമ്മൾ റിന്യൂവബിൾ എനർജി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു സ്ഥലത്ത് തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിന് അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ എന്താ പറയുക, വെട്ടം അല്ലെങ്കിൽ വെയിൽ ലഭിക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന സ്ഥലം, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിടത്ത് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നു, അവിടെ നിന്ന് വളരെയധികം ദൂരത്തിലായിരിക്കും ഇതിൻ്റെ ആക്ച്വൽ കൺസ്യൂമർ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ പവർ ആവശ്യമുള്ള ആൾക്കാരുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എനർജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് വലിയ ട്രാൻസ്മിഷൻ സെറ്റപ്പുകൾ നമുക്ക് വേണ്ടി വരും. വേണ്ടി വരും. ആൻഡ് ഈ ട്രാൻസ്മിഷൻ സെറ്റപ്പുകൾ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ട്രാൻസ്മിഷൻ സെറ്റപ്പുകൾ വളരെയധികം കാലഹരണപ്പെട്ടതാണ്. അതായത് ഏകദേശം 60 മുതൽ 70% വരെയുള്ള ഇപ്പോൾ ഉള്ള നമ്മളെ ട്രാൻസ്മിഷൻ സെറ്റപ്പുകൾ നല്ല രീതിയിലുള്ള കാലഹരണപ്പെട്ടതാണ്, നല്ല രീതിയിൽ പഴക്കമുള്ളതാണ്. ആൻഡ് ഈ പഴക്കം ചെല്ലും തോറും എനർജി ലോസിനുള്ള ചാൻസസ് കൂടി വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജി എഫിഷ്യൻ്റ് ആയിട്ടാണ് ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഏറ്റവും വലിയ ക്യാപെക്സ് ആക്ച്വലി കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റിനകത്താണ്. എനർജി എവിടെയൊക്കെയുണ്ട്, പവർ ഗ്രിഡിൻ ഏറ്റവും കൂടുതൽ ലേ ഔട്ട് ചെയ്യുന്ന ടൈപ്പ് കമ്പനീസിൻ്റെ അകത്തായിരിക്കും നമുക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ള ഒരു പ്യുവർ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഇതിൻ്റെ ആക്ച്വൽ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പവർ ഗ്രിഡാണ് ഇവിടുത്തെ നോഡൽ ഏജൻസി എന്ന് പറഞ്ഞാൽ. പിന്നെ മാത്രമല്ല, നമ്മളെ ഗവൺമെൻറ് ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ HVDC എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ ഒരു HVDC പ്രോജക്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റേ വലിയ ടവർ വെച്ചേക്കുന്ന ആ ഒരു പ്രോജക്റ്റുകളുണ്ടല്ലോ. ഓക്കെ, ഈ വലിയ ടവർ വെച്ചേക്കുന്ന പ്രോജക്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ ഇയറിലും ഓരോ പുതിയ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ പ്രോജക്റ്റുകളും 30 മുതൽ 35,000 കോടി വരെ എന്താ പറയുക കോസ്റ്റുള്ള അത്ര കണ്ട് വലിയ കോറിഡോറാണ്. ആൻഡ് ഇപ്പോൾ ഒരെണ്ണം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേയിലാണ്. ലേ മീൻസ് ലേ ലഡാക്ക്. അവിടെയാണെങ്കിൽ ഒരുപാട് ഏരിയ കാലിയായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ തന്നെ സോളാർ പാനൽസ് വയ്ക്കാൻ പറ്റും. ആൻഡ് ഈ സോളാർ പാനൽസ് വെച്ചതിന് ശേഷം ലേയിൽ നമുക്കറിയാം അവിടെ വളരെയധികം ജനസംഖ്യ കുറഞ്ഞ ഒരു ഏരിയ ആണ്. അവിടെയൊന്നും ഇതിൻ്റെ ആക്ച്വൽ യൂസേജ് ഇല്ല. ഇതിൻ്റെ ആക്ച്വൽ യൂസേജ് കിടക്കുന്നത് ഇങ്ങ് താഴെ ഹരിയാനയിലോ പഞ്ചാബിലോ അതല്ലെങ്കിൽ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്ര കണ്ട് എനർജി ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ വെൽത്ത് ക്രിയേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള പ്ലേയേഴ്സിലായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ലാസ്റ്റ് സ്ലൈഡിലോട്ട് വരാം. ലാസ്റ്റ് സ്ലൈഡിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ
ഈ പർട്ടിക്കുലർ സെഗ്മെൻറ്റിനകത്തൊക്കെയുള്ള കമ്പനീസ് ഏതൊക്കെ ടൈം ഫ്രെയിമിലാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിനകത്ത് വരുന്ന കമ്പനീസ് നോർമലി 5 മുതൽ 8 വർഷം വരെ എടുക്കും അവർ ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 20 മുതൽ 25 വർഷം വരെ എടുക്കും അവർ മുടക്കിയ പൈസ മൊത്തം അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര കണ്ട് ക്യാപിറ്റൽ ട്രാപ്പായി പോകുന്ന ഒരു ടൈപ്പ് ബിസിനസ്സാണ് ഈ പവർ ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ EPC പ്ലേയേഴ്സ് ആണ്. EPC പ്ലേയേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് EPC പ്ലേയേഴ്സ് എന്ന്. ആൻഡ് ഈ EPC പ്ലേയേഴ്സിന് നോർമലി പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1 മുതൽ 3 വർഷത്തെ വരെ ടൈം ഫ്രെയിമിന് ശേഷമാണ്. ഓക്കെ, അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ആക്ച്വലി 1 മുതൽ 3 വർഷത്തെ ടൈം ഫ്രെയിമിന് ശേഷമാണ്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള പ്രോക്സി പ്ലേയേഴ്സ് ആണ്. ഇപ്പോൾ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോമേഴ്സ് വേണ്ടി വരും, അതേ കണക്ക് തന്നെ കേബിൾ ആൻഡ് വയേഴ്സ് വേണ്ടി വരും, അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് വേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. ആൻഡ് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റുകളെ കൊടുക്കുന്ന പ്ലേയേഴ്സിനെയാണ് നമ്മൾ പ്രോക്സി പ്ലേയേഴ്സ് എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോഡക്റ്റ് കമ്പനികളെന്ന് പറയുന്നത്. ആൻഡ് ഈ കമ്പനീസിന് ഒരു വർഷത്തിൻ്റെ അകത്ത് തന്നെ പ്രോഫിറ്റ് കാണിക്കാൻ പറ്റും. അതായത് അവർ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ആ വർഷം തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അവർക്ക് ആ വർഷം തന്നെ പ്രോഫിറ്റുകൾ കാണിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് കമ്പനീസാണ്. ഫിനാൻസിങ് കമ്പനീസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന PFCs, REC ഇതുപോലുള്ള കമ്പനീസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഈ കമ്പനീസിൻ്റെ അകത്താണ് ഇത് ഏറ്റവും കൂടുതൽ പൈസ ട്രാപ്പ് ആവാതിരിക്കുന്നത്. കാരണം ഈ കമ്പനീസൊക്കെ തന്നെ എപ്പോഴാണോ ഈ ഒരു പർട്ടിക്കുലർ ഓർഡർ അവർക്ക് കിട്ടുക അല്ലെങ്കിൽ അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കമ്പനീസ് പറയുന്നു, അതിനനുസരിച്ചിട്ട് ഇവർ ലോൺ പാസ്സായി കൊടുക്കുന്നു. അല്ലാണ്ട് ആ ലോൺ പാസ്സായതിൻ്റെ പിറ്റേ ദിവസം പോലെ തന്നെ ഇവർക്ക് ഇൻട്രസ്റ്റ് കയറാൻ തുടങ്ങും. അപ്പോൾ ആ രീതിയിൽ നോക്കാൻ നേരത്ത് ഏറ്റവും കുറച്ച് നാൾ പൈസ ട്രാപ്പായി കിടക്കുന്നത് ഫിനാൻസ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് അതിൻ്റെ ഏറ്റവും ആ ഒരു സെൻസിൽ നോക്കാൻ നേരത്തെ ഏറ്റവും ബെറ്റർ പ്ലെയേഴ്സ് ഫിനാൻസ് കമ്പനീസാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിനാൻസ് കമ്പനീസ് എല്ലാം തന്നെ വളരെ ലോ മാർജിനിൽ അവരുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ സ്പ്രെഡിലാണ് ഇവർ ഈ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് പൂളിൻ്റെ ജനറേഷൻ ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഈ ക്യാപെക്സ് സൈക്കിൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ 10 വർഷം 12 വർഷമൊക്കെ കൂടുമ്പോഴാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ കുറച്ചൊരു ഗ്രോത്ത് കാഴ്ചവെക്കുമെങ്കിലും പിന്നീട് മുന്നോട്ട് പോകാൻ നേരത്ത് അവരും തിരിച്ച് ഡൗൺഫോളിൽ വരുന്നു. പിന്നെ അടുത്തൊരു 10, 12, 15 വർഷത്തെ ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത് വരെ എപ്പോഴാണോ വലിയ രീതിയിൽ ക്യാപെക്സ് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും പിന്നീട് ഇവർക്കകത്തൊരു ഗ്രോത്ത് വരുന്നത്. അപ്പം ആ രീതിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പൈസ ഇടാൻ പറ്റുന്ന ഒരു മേജർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ പ്രോക്സി പ്ലേസ് ആണ്. പ്രോക്സി പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ഫോമേഴ്സ്, വയേഴ്സ്, കേബിൾസ്, അങ്ങനെയൊക്കെയുള്ള കപ്പാസിറ്റേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനീസാണ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് പൈസ ഇടാൻ പറ്റുന്ന കമ്പനീസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്ത് വരുന്ന പല ടൈപ്പ് ഓഫ് കമ്പനീസ്, ഡയറക്റ്റ് പ്ലേയേഴ്സ്, പ്രോക്സി പ്ലേയേഴ്സ്, ഇതിനെല്ലാം പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആക്ച്വലി ഞാൻ ഈ ഒരു പോർഷൻ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ബോറടിക്കുന്നു. കാരണം അത്രമാത്രം പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിലൊരു പ്ലേയേഴ്സിനെ പോലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഇതിവിടെ നിന്ന് മൾട്ടി ബാഗർ റിട്ടേൺസ് തരും എന്നുള്ള രീതിയിൽ ഒരു പ്ലേയേഴ്സിനെ പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ പാർട്ടായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്ക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻ്റ് അകത്ത് വരുന്ന ഡയറക്റ്റ് പ്ലേയേഴ്സിൽ വരുന്നതാണ് GE ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, CG പവർ, സിമൻസ്, സ്നൈഡർ ഇതുപോലുള്ള കമ്പനീസൊക്കെയാണ് വരുന്നത്. ആൻഡ് ഈ കമ്പനീസ് ഒന്നും തന്നെ എനിക്ക് പേഴ്സണലി നോക്കിയിട്ട് ഒരു വിധത്തിലും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. കാരണം വളരെ വലിയ വാല്യൂഷനിലാണ് കമ്പനീസ് ഓൾറെഡി നിൽക്കുന്നത്. വളരെ വലിയ പെർസെൻറ്റേജ് റിട്ടേൺസുകൾ കമ്പനി തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിട്ട് തോന്നിയില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു സെഗ്മെൻ്റ് ആണ് സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ്. സ്വിച്ച് ഗിയേഴ്സിൻ്റെ അകത്ത് നോക്കാൻ നേരത്തും സ്നൈഡർ, ഹിറ്റാച്ചി, അതേ കണക്ക് തന്നെ GE, CG പവർ, സിമൻസ് ഇതുപോലെയുള്ള കമ്പനീസൊക്കെയാണ് വരുന്നത്. അതും എഗെയിൻ ഒരു വിധത്തിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് മീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റാണ്. ഈ സ്മാർട്ട് മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ നമ്മുടെ കാലത്ത് ഈ ഒരു ടൈമിൽ ഇലക്ട്രിസിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ ഒരു റിന്യൂവബിൾ എനർജിയുടെ കുറച്ചുകൂടെ അഡ്വാൻസ് വരാൻ നേരത്തെ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് എനർജി എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്നത് അപ്പോഴിതിൻ്റെ കറക്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. അല്ലെങ്കിൽ രാത്രിയാണ് കൂടുതൽ ഡിമാൻഡ്. രാത്രി കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ രാത്രി ആയിരിക്കും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ രാത്രി സോളാർ നമുക്ക് രാത്രി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് പകൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരു സ്മാർട്ട് മീറ്റർ ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് ആക്ച്വലി എനർജിയുടെ ഡിമാൻഡ് ഉണ്ടെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു ഡേറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സമയം നേരത്തെ തന്നെ ഫോർകാസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എനർജി പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്ന സമയങ്ങളിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് മീറ്റേഴ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സഹായിക്കും. ആൻഡ് ഈ സ്മാർട്ട് മീറ്റേഴ്സ് എന്ന് പറയുന്നത് ഓരോ വീട്ടിലും ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മളെ നോർമൽ മീറ്റേഴ്സ് അല്ലാതെ ഒരു 10,000 രൂപ വില വരുന്ന ഒരു ടൈപ്പ് ഓഫ് മീറ്ററാണ്, ഒരു ഇലക്ട്രിസിറ്റി റീഡിംഗ് മീറ്ററാണ് സ്മാർട്ട് മീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് വയ്ക്കുന്ന വഴിയിട്ട്
വീട്ടിൻ്റെ അകത്തുള്ള എനർജി യൂസേജ് നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. പല ആൾക്കാരുടെയും വീട്ടിലുള്ള പ്രോബ്ലമാണ് അവരുടെ മീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മീറ്റർ തെറ്റായിട്ടുള്ള റീഡിംഗ് കാണിക്കുന്നു എന്നുള്ള പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറേയുള്ള ചാൻസസ് വരും. പിന്നെ മാത്രമല്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനം യൂസ് ചെയ്യാത്ത ഡിവൈസസ് ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മാത്രമല്ല ഏറ്റവും വലിയ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് പവർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ടാമ്പറിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കൃത്യമായിട്ട് അവർ ആ മീറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ ബൈപ്പാസ് ചെയ്ത് വേറെ ഏതെങ്കിലും രീതിയിലോട്ട് വീട്ടിൻ്റെ അകത്തോട്ട് കൊടുക്കുകയും ആൻഡ് ആക്ച്വലി ആ ഒരു എനർജിയുടെ ഫ്ലോ അവർക്ക് മീറ്ററിൻ്റെ അകത്ത് കാണാനും പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള പവർ ടാമ്പറിംഗ് കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാനും പറ്റും ഈ ഒരു സ്മാർട്ട് മീറ്റേഴ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വഴിയിട്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് മീറ്റേഴ്സ് നമ്മൾ ലോകരാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% പെനിട്രേഷൻ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ കാണാൻ പറ്റും. ഓസ്ട്രേലിയയിൽ 20%, കാനഡയിൽ 30%, അപ്പോൾ ആൻഡ് USA പോലുള്ള രാജ്യങ്ങളിൽ 85 to 88% പെനിട്രേഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓൺലി 1.5% മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്മാർട്ട് മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻ്റ് അകത്ത് വളരെ വലിയ രീതിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് പ്ലേയേഴ്സും ഉണ്ട്, അത് മാത്രമല്ല നമുക്ക് പ്രോക്സി പ്ലേയേഴ്സും ഉണ്ട്. ഡയറക്റ്റ് പ്ലേയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്പനീസ് തന്നെയാണ്. ജീനസ് എനർജി എന്ന് പറയുന്ന കമ്പനി, അല്ലെങ്കിൽ ജീനസ് പവർ എന്ന് പറഞ്ഞ കമ്പനീസൊക്കെയാണ് ഇതിൻ്റെ ഒരു മാനുഫാക്ചേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ HPL ഇലക്ട്രിക് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇതിൻ്റെ ഒരു ഡയറക്റ്റ് മാനുഫാക്ചറായിട്ട് വരുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ പ്രോക്സി പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു മീറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുണ്ടാക്കുന്ന പാർട്ടുകളുണ്ടല്ലോ, ആ പാർട്ടുകൾ പർച്ചേസ് ചെയ്യപ്പെടുന്ന കമ്പനീസാണ്. അതിൽ നമുക്ക് ഷണ്ടുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് ശിവാലിക് ബയോമെറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ അകത്തുള്ള സെൻസറി മോഡ്യൂൾസ്, അല്ലെങ്കിൽ കറണ്ട് സെൻസ് ചെയ്യുന്ന മോഡ്യൂൾസ് ഉണ്ടാക്കുന്നതെല്ലാം ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻ്റ് അകത്ത് വരുന്ന കമ്പനീസാണ്. ഓക്കെ, അത് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, ആൻഡ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നേരത്ത് നമുക്ക് ഈ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സെഗ്മെൻ്റ് അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ടവർ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടാണ് അതിൻ്റെ വഴിയിട്ടാണ്, കേബിൾസ് വഴിയിട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന EPC പ്ലേയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ EPC പ്ലേയേഴ്സ് ഏതൊക്കെയാണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ലാർസൻ ആൻഡ് ട്യൂബ്രോ പോലെയുള്ള കമ്പനീസ്, പിന്നെ ടാറ്റ പ്രോജക്ട്സ്, KEC, കൽപ്പതാരു, സ്കിപ്പർ ഇതുപോലുള്ള കമ്പനീസൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന EPC പ്ലെയർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഡയറക്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് പവർ ഗ്രിഡ് പോലെയുള്ള കമ്പനീസാണ്. ഇതിൻ്റെ ഒന്നും തന്നെ വാല്യുവേഷൻ ആയാലും സ്റ്റോക്ക് പ്രൈസ് ആയാലും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയാലും ഒന്നും തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ കമ്പനീസിനെ കുറിച്ചൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത്. ഓക്കെ, പിന്നെ കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് അതിൻ്റെ അകത്ത് വരുന്നത് ഹിറ്റാച്ചി എനർജിയാണ്. ഹിറ്റാച്ചി എനർജി ആൻഡ് CG പവർ കപ്പാസിറ്റേഴ്സിൻ്റെ മാനുഫാക്ചറിംഗിൽ വരുന്നുണ്ട്. പിന്നെ ഇൻസുലേറ്റേഴ്സ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഹിറ്റാച്ചി എനർജി അതിലും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ആദിത്യ ബിർല ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. പിന്നെ കണ്ടക്ടർ മാനുഫാക്ചറിങ്, അത് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വലിയ വലിയ ടവർ പോലെയുള്ള ഈ ഒരു വലിയ പോസ്റ്റ് വഴിയിട്ട് പോകുന്ന കേബിൾസ്, ഈ കേബിൾസ് ഉണ്ടാക്കുന്നതിൽ ടോപ്പ് പ്ലെയർ ആണ് അപ്പാർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനീസ്. ഇവരുടെ ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻ്റ് അല്ലാതെ ഇതിൻ്റെ അകത്തുള്ള ലൂബ്രിക്കൻസും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിലും അപാർ ഇൻഡസ്ട്രീസിന് ഒരു നല്ലൊരു മാർക്കറ്റ് ഷെയർ തന്നെയുണ്ട്. അപ്പോൾ അപാർ ഇതിൻ്റെ അകത്തൊരു ടോപ്പ് പ്ലെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ അവരാണെങ്കിൽ പോലും വളരെ വലിയ പെർസെൻറ്റേജ് റിട്ടേൺസ്, ഓൾമോസ്റ്റ് മൾട്ടിബാഗർ റിട്ടേൺസ് ഒക്കെ തന്നൊരു ടൈപ്പ് സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കിനി ആക്ച്വലി അവിടെ എൻട്രി എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻ്റ് അകത്ത് ഡിസ്ട്രിബ്യൂഷൻ്റെ സെഗ്മെൻ്റ് അകത്ത് വരുന്ന ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പവർ ജനറേറ്റ് ചെയ്തതിന് ശേഷം അതിനെ വളരെ വലിയ ദൂരത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകണം. അതിൻ്റെ ഈ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, എനർജി ലോസിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് വെച്ചിട്ട് ഇതിനെ എന്താ പറയുക, ഇതിൻ്റെ വോൾട്ടേജ് ഹൈ ആക്കും, എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിൻ്റെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ വീടുകളിലോട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെ യൂസേജ് വളരെ വലിയ ആയിട്ട് കൂടുന്നതായി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് എന്ന് പറയുന്നത് ഓൾടാമ്പ്, അതേ കണക്ക് തന്നെ ഹിറ്റാച്ചി എനർജി, GE ആൻഡ് CG പവർ, സിമൻസ്, സ്നൈഡർ ഇതുപോലെയുള്ള കമ്പനീസൊക്കെയാണ്. ഇതൊന്നും തന്നെ നമുക്ക് കറണ്ട് ലെവൽസിൽ ബൈ ചെയ്യാൻ പറ്റുന്ന കമ്പനീസായിട്ട് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവനിങ് പവർ ഷോർട്ടേജ് ഉള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടെ നാൾ നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപെക്സുകളൊന്നും വളരെ വലിയ രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ, അതായത് ഈ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ക്യാപെക്സുകൾ കൃത്യമായിട്ട് നമ്മൾ കുറച്ചുകൂടെ എനർജി ഫാസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എനർജി ഷോർട്ടേജിലോട്ട് പോകാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എനർജി ഷോർട്ടേജിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് ഇപ്പോൾ ഇത്ര കണ്ട് വലിയ ക്യാപെക്സുകൾ അനൗൺസ് ചെയ്യണം. പക്ഷേ നമ്മളിത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാപെക്സുകളൊക്കെ തന്നെ ഇതൊരു ക്യാപെക്സ് സൈക്കിൾ റിലേറ്റഡ് തീമാണ്. ഇത് വളരെ ലോങ് ടൈമിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു തീമല്ല, ഇത് ക്യാപെക്സ് സൈക്കിൾ റിലേറ്റഡ് തീമാണ്. അതിൻ്റെ അടുത്തൊരു 10-15 വർഷത്തേക്കുള്ള ക്യാപെക്സ് ആണ് ഇവർ ഈ അനൗൺസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബുൾ റൺ 1-2 വർഷത്തിൽ തീരും. അത് കഴിഞ്ഞിട്ടുള്ള 10-15 വർഷം ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഡൗൺഫോളിലോ അല്ലെങ്കിൽ സൈഡ് വേസിലോ പോകുന്നതായിരിക്കും. അതല്ലാതെ ഈ സ്റ്റോക്കുകളൊക്കെ കണ്ടിന്യൂസ്ലി അടുത്ത 5-10 വർഷത്തേക്ക് ഇതേ കണക്ക് തന്നെ കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ പോകുമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് എന്താ പറയുക
ഹൈബ്രിഡ് പവർ ജനറേറ്റേഴ്സിനെയാണ്. ഹൈബ്രിഡ് പവർ ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സോളാറും വിൻഡും തെർമലും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള പവർ ജനറേറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇന്ത്യ ഇപ്പം തന്നെ ഒരു പവർ ഷോർട്ടേജ്, ഈവനിങ് പവർ ഷോർട്ടേജ് ഉള്ള കൺട്രിയാണ്. അതായത് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഓൾറെഡി പവർ ഷോർട്ടേജ് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സോളാർ പോലെയുള്ള പവർ ജനറേറ്റേഴ്സിൽ നിന്ന് പകലാണ് ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഈവനിങ് ടൈമിൽ അത്ര കണ്ട് പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈബ്രിഡ് സ്റ്റോറേജുകളെ ഗവൺമെൻറ് കൂടുതൽ പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് മേജർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ NTPC, SJVN, NLC ഇന്ത്യ ഇതുപോലുള്ള കമ്പനീസൊക്കെയാണ്. ആൻഡ് ഈ കമ്പനീസൊക്കെ തന്നെ ഓൾറെഡി അവരുടെ കപ്പാസിറ്റിയുടെ ഡബിളും ത്രിബിളും ഒക്കെയാണ് ക്യാപെക്സുകൾ അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രാണ്ട് വലിയ ക്യാപെക്സുകൾ ഇവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റിന്യൂവബിൾ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻ്റ് അകത്ത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 178 ഗിഗാവാട്ടിൻ്റെയാണ്. അതിൻ്റെ 2030 അകത്ത് അതിന് ഓൾമോസ്റ്റ് 500 ഗിഗാവാട്ടിൻ്റെ മേളിലത്തേക്ക് ഉയർത്തുമെന്നാണ് പറയുന്നത്. നമ്മുടെ GDP എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഓൾമോസ്റ്റ് എത്രയാണ് 6.5% ഒരു ഗ്രോത്താണ് തരുന്നത്. അപ്പോൾ ഈ 6.5% ഗ്രോത്തിൽ ഇത്രണ്ട് വലിയ ക്യാപെക്സുകൾ അനൗൺസ് ചെയ്താൽ ഇത് അടുത്ത കുറേ വർഷത്തേക്കുള്ള ക്യാപെക്സുകളാണ്. ഇത് 1-2 വർഷത്തേക്കുള്ള ക്യാപെക്സുകൾ, ഇത് വളരെ വലിയ ടൈം ഫ്രെയിമിലത്തുള്ള ക്യാപെക്സുകളാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് പ്രൈസിൻ്റെ അകത്ത് ഇത് കോമ്പൗണ്ട് റിട്ടേൺസോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള മൾട്ടിബാഗർ റിട്ടേൺസോ ഇനി തരാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓൾറെഡി തന്നെ വളരെ അൾട്രാ ലോ വാല്യുവേഷനിൽ നിന്ന്, അല്ലെങ്കിൽ മാർക്കറ്റ് ഒട്ടും തന്നെ ശ്രദ്ധിക്കാതിരുന്ന, മാർക്കറ്റിന് ഒട്ടും തന്നെ ഫേവറബിൾ അല്ലാതിരുന്ന ഒരു സെഗ്മെൻ്റ് അകത്ത് ഇത്ര കണ്ട് വലിയൊരു ക്യാപെക്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു ബൂസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് നടക്കുന്ന ഒരു ബുൾറൺ ആണ്. അതിൻ്റെ ഈ ബുൾറൺ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇത് 1 വർഷം കൂടെ നീണ്ടു നിൽക്കുമെന്ന് പറയാം. ചിലപ്പോൾ അത് 1 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഇനി മാക്സിമം ആണ്, അത്ര കണ്ടൊക്കെ നിൽക്കത്തുള്ളൂ. അതിൽ കൂടുതൽ പോകാനുള്ള ഒട്ടും തന്നെ ചാൻസ് കാണുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ ചെയിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കോപ്പർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളിലും കോപ്പർ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറിൻ്റെ ഒരു പ്രൊഡക്ഷൻ, കോപ്പറിൻ്റെ മൊത്തത്തിലൊരു വാല്യൂ ചെയിനിലാണ് തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, 1990 കാലഘട്ടങ്ങളിൽ 1900 കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ടൺ കോപ്പർ മൈൻ ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം 50 ടണ്ണിൻ്റെ പാറ മാറ്റണമായിരുന്നു, അല്ലെങ്കിൽ 50 ടണ്ണിൻ്റെ പാറ കുഴിച്ചെടുത്താൽ മാത്രം അതിൻ്റെ അകത്തു നിന്നാണ് കോപ്പർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഓൾമോസ്റ്റ് 800 ടണ്ണിൻ്റെ പാറയിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് ഏകദേശം 16 ഇരട്ടിയുടെ ജമ്പ് വന്നിട്ടുണ്ട്. അത്ര കണ്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കോപ്പർ കിട്ടത്തുള്ളൂ. അതായത് ഒരു റോക്കിൻ്റെ അകത്തുള്ള കോപ്പറിൻ്റെ റേഷ്യോ മുമ്പ് 15% ആയിരുന്നത് ഇപ്പോൾ 1% ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് മൈൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കമ്മോഡിറ്റിയാണ്. അപ്പോൾ മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവൈലബിലിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്ര കണ്ട് ഡിഫിക്കൽട്ടായിട്ട് വരികയാണ് ഈ ഒരു മൈനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല മൈനിങ് പ്രോസസ്സ് ഡിഫിക്കൽട്ടായിട്ട് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഓക്കെ, എന്തുകൊണ്ടാണ് കോപ്പർ ഇത്ര വലിയൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ട് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കോപ്പർ എന്ന് പറയുന്നത് ഇത്ര വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമായിട്ട് നിലനിൽക്കുന്നത്? കാരണം കോപ്പർ എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു ഇലക്ട്രിസിറ്റി കണ്ടക്ടറാണ്. അതിൻ്റെ അത് മാത്രമല്ല ഇത് ഹൈലി ഡക്റ്റൈലാണ്. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്ത് സാധനങ്ങളെയും നമുക്കിങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്ന കഴിവുകളുള്ള സാധനത്തിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഡക്റ്റൈൽ ക്യാരക്ടറിസ്റ്റിക്കുള്ള മെറ്റൽസ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഇതൊരു ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മാറ്ററാണ്. പിന്നെ മാത്രമല്ല ഇതിന് നമുക്ക് വളരെ ചെറിയ തെർമൽ കണ്ടക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്, ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി കോപ്പർ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കോപ്പർ മൈൻ ചെയ്തെടുക്കുന്ന പ്ലേയേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു വെൽത്ത് ക്രിയേഷൻ പോസിബിലിറ്റിയുള്ള കമ്പനീസൊക്കെ നമുക്ക് വളരെ കുറവാണ്. ആകപ്പാടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ കുറച്ച് പ്രോക്സി പ്ലേയേഴ്സ്, ഈ കോപ്പറിൻ്റെ മൈനിങ്ങിൽ വരുന്ന കുറച്ച് പ്രോക്സി പ്ലേയേഴ്സ് ഒക്കെയാണ് ഉള്ളത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ടെഗ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കമ്പനി, 2 AIA എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൽ ടെഗ എന്ന് പറയുന്നത് കോപ്പറിൻ്റെ പ്യൂരിഫിക്കേഷൻ നടത്തുന്ന കമ്പനീസിന് അവരുടെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ആ എക്യുപ്മെൻറ്റ്സിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കമ്പനിയാണ്. അപ്പോൾ അതൊരു പ്രോക്സി പ്ലേ ആണ്. ആകപ്പാടെ ഇതിൽ ടെഗ പോലെയുള്ള കുറച്ച് കമ്പനീസ് മാത്രമേ കുറച്ചെങ്കിലും ഫണ്ടമെൻ്റലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വാല്യുവേഷനിലോ അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലോ ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ടെഗ ഒന്ന് നോക്കട്ടെ, ടെഗയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്രയാണെന്ന്. ടെഗ ഇൻഡസ്ട്രീസ് ടെഗ 8,000 കോടിയുടെ അടുപ്പിച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് നിൽക്കുന്നത്. അതിൻ്റെ ടെഗ ഓൾമോസ്റ്റ് 43യുടെ പിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, 43യുടെ പിയും ബാക്കി കുറച്ച് റേഷ്യോസ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത റേഷ്യോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ടെഗ പോലെയൊക്കെയുള്ള കുറച്ച് കമ്പനീസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ആക്ച്വൽ നമുക്ക് എൻ്റെ എൻട്രി എടുക്കാൻ പറ്റുന്നത്. ഈ ഒരു ലെവൽസിൽ പോലും എൻട്രി എടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
പിന്നെ വരുന്ന ഒരു ഇതിൻ്റെ ഒരു സബ് സെഗ്മെന്റ് എന്ന് പറയുന്നത് കേബിൾ ആൻഡ് വയേഴ്സ് ആണ്. കേബിൾ ആൻഡ് വയേഴ്സ് നമ്മൾ ഓൾറെഡി അപ്പാറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതല്ലാതെ മറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. പോളിക്യാബ്, KEI, അതല്ലെങ്കിൽ RR കേബിൾ, ഫിനോലെക്സ്, ഇതുപോലുള്ള മറ്റ് ഒരുപാട് കമ്പനീസ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻവെർട്ടേഴ്സ് ആണ്. നമുക്കറിയാം ഈ സോളാർ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് നടത്തണം. അപ്പോൾ ആ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള കമ്പനീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെർട്ടേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് എന്ന് പറയുന്ന കമ്പനിയും അതേ കണക്ക് തന്നെ ക്യൂമിൻസ് എന്ന് പറയുന്ന കമ്പനി, ഇവരൊക്കെയാണ് ഉള്ളത്. ഇതിൽ കിർലോസ്കർക്ക് തന്നെ ഓൾറെഡി 2x സെയിൽസിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇതൊക്കെ നമ്മളിപ്പോൾ സോളാർ, അതല്ലെങ്കിൽ തെർമൽ എനർജി, അതിൻ്റെ ട്രാൻസ്മിഷൻ, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പ്രോക്സി ആയിട്ടുള്ള മറ്റ് പവർ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് CNG ആണ്, നമുക്കറിയാം ഗ്യാസ് ആണ്. അപ്പോൾ ഗ്യാസിൻ്റെ അകത്ത് ഉള്ള കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഗ്യാസിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് പ്ലേയേഴ്സിന് നോക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോക്സി പ്ലേസ് നോക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രോക്സി പ്ലേസിൽ നമുക്ക് ഫസ്റ്റ് നോക്കാൻ പറ്റുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ കിർലോസ്കർ ന്യൂമാറ്റിക് എന്ന് പറയുന്ന കമ്പനിയാണ്. 1 സെക്കൻഡ്. കിർലോസ്കർ ന്യൂമാറ്റിക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ഏകദേശം 4000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി. 40ൻ്റെ PE സ്റ്റോക്ക് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തത് പറയാൻ പറ്റില്ല. സ്റ്റോക്ക് ഓൾറെഡി 7x ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രണ്ട് വലിയ റിട്ടേൺസ് കൊറോണ ക്രാഷിന് ശേഷം സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും റീസെൻറ്റ് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ലാസ്റ്റത്തെ ഒരു 3 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ അത്രാണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺസ് സ്റ്റോക്ക് തന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാലും അത്രാണ്ട് ഒരു അട്രാക്റ്റീവ് പ്ലേ ആയിട്ട് തോന്നില്ല. ഈ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ CNG നമുക്കറിയാം, അത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പോൾ ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനെ പമ്പ് ചെയ്യുന്ന പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, അതിൻ്റെ കംപ്രസേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനകത്ത് ഇവർ ഏകദേശം മാർക്കറ്റ് ലീഡറാണ്. ഇവർ വേറെയും പല സെഗ്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെഗ്മെൻറ്റുകളിലൊക്കെ തന്നെ ഈ പർട്ടിക്കുലർ കമ്പനി ഒരു മാർക്കറ്റ് ലീഡറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി സോളാർ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് അകത്ത് നോക്കുകയാണെങ്കിൽ, സോളാറിൻ്റെ അകത്ത് സോളാർ ഒരു പാനൽ ഉണ്ടാക്കാൻ നമ്മളൊരു പാനൽ കാണുന്നെങ്കിലും ആ സോളാർ പാനൽ അല്ലെങ്കിൽ ആ സോളാറിൻ്റെ ആ ഒരു മൊത്തം ഇൻസ്റ്റാളേഷൻ്റെ അകത്ത് ഒരുപാട് സബ് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം സോളാർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പോളി സിലിക്കോൺ വേണ്ടി വരും, ഇഗ്നോട്സ് വേണ്ടി വരും, വേഫേഴ്സ് വേണ്ടി വരും, സോളാർ സെൽസ് വേണ്ടി വരും, PV മോഡ്യൂൾസ് വേണ്ടി വരും, ഇങ്ങനെ ഒരുപാട് സോളാർ ഗ്ലാസ് വേണ്ടി വരും, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. ഇതിലൊക്കെ തന്നെ പല പല പ്ലേയേഴ്സാണുള്ളത്. ഇന്ത്യക്കകത്ത് പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു ലീഡിംഗ് പ്ലെയർ ഇല്ല. ഇന്ത്യക്കകത്ത് ആകെപ്പാടെ ഒരു ലീഡിംഗ് പ്ലെയർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സോളാർ ഗ്ലാസ് എന്ന് പറയുന്ന സെഗ്മെൻ്റ് അകത്ത് നമ്മുടെ എന്താ പറയുക ബോറോസിൽ റിന്യൂവബിൾ എനർജി പോലെയുള്ള കമ്പനീസാണ് ആകപ്പാടെ ഉള്ളത്. ഈ ബാക്കി ഈ PV മൊഡ്യൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിക്ക് കുറച്ച് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടികളുടെ ഒക്കെ ഇതുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ചൈനീസ് പ്ലെയേഴ്സ് ഒരുപാട് ഇന്ത്യയിലോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകപ്പാടെ ഇന്ത്യക്കകത്തൊരു മേൽക്കൈ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ PV മൊഡ്യൂൾസ് ഉണ്ടാക്കുന്ന കമ്പനീസാണ്. അതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് വാറി എനർജി എന്ന് പറയുന്ന കമ്പനിയും അതേ കണക്കിന് സോളക്സ്, സൂലറ്റ് എനർജി, ഇതുപോലെയുള്ള കമ്പനീസൊക്കെയാണ്. ആൻഡ് ഈ കമ്പനീസിന് ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ള എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഒരുപാട് ഡംപിങ് വരാത്തതുകൊണ്ടാണ്. ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിനകത്തും, അതായത് പോളിസിലിക്കോൺ, ഇഗ്നോട്സും, വേഫേഴ്സ്, ഇതുപോലുള്ള എല്ലാ സെഗ്മെൻറ്റിനകത്തും ചൈനയാണ് ലീഡിംഗ് പ്ലെയർ. ചൈനയാണ് ഇതിൻ്റെ ലോ കോസ്റ്റ് മാനുഫാക്ചർ. ചൈനയാണ് അവരുടെ എന്താ പറയുക ഈ കമ്പനീസിനെല്ലാം തന്നെ മേജർ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ വാറിയുടെ ആയാലും വാറി എനർജി എന്ന് പറഞ്ഞ മെയിൻ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ് നമ്മുടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. 1 സെക്കൻഡ് ഒന്ന് കൺഫേം ചെയ്തോട്ടെ. വാറി റിന്യൂവബിൾ എനർജിയും വാറി ടെക്നോളജി എന്ന് പറയുന്ന 2 കമ്പനീസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേജർ പ്ലെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ പാരൻറ്റ് കമ്പനി ആയിട്ടുള്ള വാറി എനർജീസ് എന്ന് പറയുന്ന കമ്പനിയാണ് മെയിൻ പ്ലെയർ. അവർ ഇതിലൂടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, വാറി റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞ ഈ കമ്പനി ഇതൊരു EPC പ്ലെയർ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതായത് സ്വന്തമായിട്ട് പ്ലാന്റ് ഉണ്ടാക്കി ആ പ്ലാന്റിൽ നിന്ന് പവർ മറ്റുള്ള കമ്പനീസിന് പവർ പർച്ചേസിങ് എഗ്രിമെൻറ്റ് വഴിയിട്ട് കൊടുക്കുന്ന ടൈപ്പ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് KPI ഗ്രീൻ പോലെയുള്ള കമ്പനീസ്. ഇതൊക്കെ തന്നെ മൾട്ടി ബാഗർ റിട്ടേൺസുകൾ ഓൾറെഡി തന്ന സ്റ്റോക്കുകളാണ് കേട്ടോ. KPI ഗ്രീൻ സ്റ്റോക്ക് നമ്മൾ നോക്കുക. സ്റ്റോക്ക് ഓൾറെഡി തന്നെ വളരെ വലിയ പെർസെൻറ്റേജ് റിട്ടേൺസ് ഒക്കെ തന്ന സ്റ്റോക്കാണ്. 200 രൂപ 200 സംതിങ് രൂപ ലെവൽസിൽ നിന്നാണ് സ്റ്റോക്ക് 2000 രൂപ അടുപ്പിച്ചുള്ള ലെവൽസ് വരെ പോയേക്കുന്നത്. അപ്പോൾ ഇത്രണ്ട് വലിയ പെർസെൻറ്റേജ് റിട്ടേൺസുകൾ തന്ന സ്റ്റോക്കാണ്. ഇനി ഇതിൻ്റെ അകത്ത് മൾട്ടി ബാഗർ റിട്ടേൺസുകളൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അതിനൊക്കെ ജസ്റ്റ് പറയണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കവർ ചെയ്ത് പോകുന്നതാണ്. പിന്നെ മാത്രമല്ല സൂലറ്റ് എനർജി പോലുള്ള കമ്പനീസും ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് അകത്തോട്ട് എൻ്റർ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് വിൻഡ് എനർജി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ്. വിൻഡ് എനർജി എന്ന സെഗ്മെൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം 2008 ആ ഒരു ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ട കമ്പനികളിലൊന്നാണ് സുസ്ലോൺ പോലെയുള്ള കമ്പനീസ്. ഓക്കെ, സുസ്ലോൺ എനർജി എന്ന് പറയുന്ന കമ്പനി
ആൻഡ് ഈ കമ്പനിയൊക്കെ ആ സമയത്ത് ഫാൻസിയിൽ ഉണ്ടായിരുന്ന കമ്പനിയാണ്. ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങൾ മൾട്ടി ബാഗർ റിട്ടേൺസുകളൊന്നും പ്രതീക്ഷിക്കാതെ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തന്നെയാണ്. 50,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി ഇനി എത്രതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ പോകാൻ പറ്റും? 5 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ പോകാൻ പറ്റും? അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകാൻ പറ്റത്തില്ല. കാരണം അത്ര കണ്ട് വലിയ ഗ്രോത്ത് ഒന്നും നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് അകത്ത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പോലുള്ള സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ടെക്നിക്കൽസ് നോക്കിയിട്ട് ഹോൾഡ് ചെയ്യുക. കാരണം ഓൾറെഡി സ്റ്റോക്ക് 107 പിയിലാണ്. ആൻഡ് ഈ ഒരു സെഗ്മെൻറ്റ് അകത്ത് ചെറിയൊരു ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷനിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ റെഗുലേഷനിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഓപ്ഷൻ ആയിരുന്നു. അതായത് ഒരു പ്രോജക്റ്റ് വിൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിക് ഓപ്ഷനാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഓപ്ഷൻ നടത്താൻ നേരത്തെ, ഇലക്ട്രോണിക് ബിഡിംഗ് നടത്താൻ നേരത്ത് ബിഡിംഗ് എന്ന് പറയുന്നതാണ് നല്ല കേട്ടോ, ഓപ്ഷൻ എന്ന് പറയുന്നതല്ല, ബിഡിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ബിഡിംഗ് നടത്താൻ നേരത്തെ ആക്ച്വലി അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പ്ലെയറിനായിരിക്കും എപ്പോഴും ബിഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ടെൻഡർ കിട്ടുന്നത്. അപ്പം മറ്റുള്ളവരുടെ ഓർഡർ എത്രയാണെന്ന് കാണാൻ പറ്റും. അതിനനുസരിച്ച് തന്നെ പ്ലെയേഴ്സ് എന്ത് ചെയ്യും, പ്ലെയേഴ്സ് അതിനെക്കാട്ടിയും കുറഞ്ഞ ഇതിലോട്ട് എന്താ പറയുക, ഓർഡറുകൾ ഇടുമ്പോഴത്തേക്ക് അതിനെക്കാട്ടിയും കുറഞ്ഞ രീതിയിൽ പൈസ വെച്ച് ബിഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രാണ്ട് ചെറിയ ഓഫേഴ്സ് എടുക്കാൻ നേരത്ത് അവർ ആക്ച്വലി നഷ്ടത്തിലായിരിക്കും ഈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവർ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നില്ല, അവരെങ്ങനെയെങ്കിലും ഓർഡർ വിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കുന്നുള്ളൂ, അവർ ലാഭം ഉണ്ടാക്കാൻ നോക്കിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്പനീസൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡ്രോപ്പ് സംഭവിച്ചത്. ഇപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ എന്ന് പറയുന്ന സെറ്റപ്പ് മാറ്റിയിട്ട് എൻവലപ്പ് ബിഡിംഗ് എന്ന് പറയുന്ന സെറ്റപ്പിലോട്ട്, അല്ലെങ്കിൽ പഴയ കാലത്തെ രീതിയിലോട്ട് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഇത് ചെയ്യുന്ന വഴിയിട്ട് കമ്പനീസ് ആക്ച്വലി അവരുടെ പ്രോഫിറ്റബിലിറ്റിയോടെ ചേർത്തിട്ടുള്ള ബിഡിംഗ് ആണ് നടത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ എത്രാണ്ട് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഈ കമ്പനീസൊക്കെ എത്രാണ്ട് പ്രോഫിറ്റ് കാണിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി ഇതുപോലുള്ള കമ്പനീസൊക്കെ ബെറ്റർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന്. ഓക്കെ, ഇനി ഒരു ഇവരുടെയൊക്കെ പീക്ക് ടൈമിൽ, അതായത് സുസ്ലോണൊക്കെ അതിൻ്റെ നല്ല കാലഘട്ടങ്ങളിൽ ഇന്ത്യക്കകത്ത് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 5 ജിഗാവാട്ടിൻ്റെ കപ്പാസിറ്റി അഡീഷൻസ് ആണ് ഓരോ ഇയറിലും നടത്തിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് നമ്മൾ നോക്കാൻ നേരത്തെ അത് ഓൾമോസ്റ്റ് 1 ജിഗാവാട്ടിൻ്റെ പെർ ഇയർ കപ്പാസിറ്റി അഡീഷൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. അത്രയാണ്ട് അത് താഴോട്ട് പോയായിരുന്നു. ഇനി അഗൈൻ അവരുടെ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഓൾമോസ്റ്റ് 8 ജിഗാവാട്ടിൻ്റെ ഇൻസ്റ്റലേഷൻസ്, അതായത് ഈ വിൻഡ് എനർജി എന്നൊരു സെഗ്മെന്റ് അത്ര കണ്ട് ഇൻസ്റ്റലേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അറിയത്തില്ല കൃത്യമായിട്ട് ഇതൊക്കെ ഈ ഫോർകാസ്റ്റുകളൊക്കെ വർക്ക് ആവുമോ ഇല്ലയെന്ന്. ഓക്കെ, ഇനി വിൻഡ് എന്ന് പറയുന്ന ആ ഒരു വിൻഡ് എനർജി എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ് നമ്മൾ നോക്കാൻ നേരത്ത് അതിൻ്റെ ടർബൈൻ ജനറേറ്റേഴ്സാണ്. ഈ സുസ്ലോൺ ആയാലും അയോണോക്സ് വിൻഡ് ആയാലും ഈ കമ്പനീസൊക്കെ അതിൻ്റെ ടർബൈൻ ജനറേറ്റേഴ്സാണ്. ഇതിൻ്റെ അകത്ത് അയോണോക്സ് വിൻഡിനെക്കാട്ടിയും ടെക്നോളജിക്കലി അഡ്വാൻസ്മെൻറ്റ് കൂടുതലുള്ളത് ആക്ച്വലി സുസ്ലോണിനാണ്. അവരുടെ ടെക്നോളജി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വിൻഡ് ടർബൈൻ ഫാസ്റ്റനേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ സുന്ദരം ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിൻഡ് ടർബൈൻ്റെ ബെയറിങ്സ് കൊടുക്കുന്ന കമ്പനീസ്. ബെയറിങ്സ് നമുക്ക് എല്ലാ ടൈപ്പ് ബെയറിങ്സും കൊടുക്കുന്നത് അതിൻ്റെ അകത്തുള്ള ലീഡർ എന്ന് പറഞ്ഞാൽ ടിംകൺ എന്ന് പറയുന്ന കമ്പനിയാണ്. ടിംകണും ഷാഫ്ലറും ഉണ്ട്. പിന്നെ ഈ ഒരു ക്രെയിൻ സർവീസ്, അതായത് ഈ ടർബൈനൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വിൻഡിൻ്റെ ആ ഒരു വിൻഡ് ടർബൈനും അതിൻ്റെ ലീഫും എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ എന്താ പറയുക മാസീവായിട്ടുള്ള സാധനങ്ങളാണ്. അതിനെയൊക്കെ പൊക്കി ടവറിൻ്റെ മേലിൽ വയ്ക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടവർ എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ക്രെയിൻ സർവീസൊക്കെ വേണം. അപ്പോൾ ഈ രീതിയിലുള്ള ക്രെയിൻ സർവീസുകൾ കൊടുക്കുന്നത് സംഘി മൂവേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതൊരു കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ട്. 1 സെക്കൻഡ്, സംഘി മൂവേഴ്സ്. ഓക്കെ, സംഘി മൂവേഴ്സ് 4600 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനി. ഈ കമ്പനീസ് ഒന്നും തന്നെ നിങ്ങളൊരു സജഷനായിട്ട് എടുക്കരുത് കേട്ടോ. ഇതിലൊന്നും തന്നെ എൻട്രി എടുക്കാതിരിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഈ സംഘി മൂവേഴ്സ് പോലുള്ള കമ്പനീസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഈ സംഘി മൂവേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ ഇവർ ഒരു EPC പ്ലെയർ ആയിട്ട് എമർജ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അവർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബുഷസ് ഉണ്ട്. ഈ ബുഷുകൾ ഒക്കെ കൊടുക്കുന്നത് ബ്രോൺസ് ബുഷസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ ആ ബ്രോൺസ് ബുഷസ് കൊടുക്കുന്നത് കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹർഷ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഹർഷയെ നമ്മൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് കേട്ടോ. ഹർഷയെ 3500 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഹർഷ ഇതുവരെ വലിയ പെർസെൻറ്റേജ് റിട്ടേൺസ് തന്നിട്ടില്ല കേട്ടോ. കൊള്ളാലോ, ഹർഷ വലിയ പെർസെൻറ്റേജ് റിട്ടേൺസ് തന്നിട്ടില്ല. ആൻഡ് 30ൻ്റെ പീരാത്താണ് കിട്ടുന്നത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേജർ തീമിലുള്ള സ്റ്റോക്കുകൾ വളരെ വലിയ പെർസെൻറ്റേജിൽ മൂവ് ചെയ്തതിന് ശേഷം 1 വർഷമോ അല്ലെങ്കിൽ 6 മാസം 1 വർഷത്തെ ടൈം ഫ്രെയിമിന് ശേഷമായിരിക്കും ഇതിൻ്റെ അകത്തുള്ള പ്രോക്സി പ്ലേകൾ ആക്ച്വലി അതിൻ്റെ മൂവ്മെൻറ്റ് നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോക്സി പ്ലേകൾ നമുക്ക് താഴത്തെ ലെവലിൽ കിട്ടണമെങ്കിൽ ആകപ്പാടെ നോക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. ആൻഡ് ഈ ഒരു എന്താ പറയുക, ഈ ബുഷസ് കാര്യങ്ങളൊക്കെ ഇവരുടെ പർട്ടിക്കുലർ പ്രോഡക്റ്റ് റേഞ്ചിൻ്റെ അകത്ത് എത്ര കണ്ട് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവമാണെന്നൊന്ന് നിങ്ങൾ ഈ പർട്ടിക്കുലർ കമ്പനീസൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ ഇവരുടെ റവന്യൂവിൽ ചെറിയ പെർസെൻറ്റേജ് മാത്രം കോൺട്രിബ്യൂഷൻ നടത്തുന്ന കമ്പനീസ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇവർ എത്ര കണ്ട് ഇപ്പോഴും താഴെ തന്നെ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഹർഷ എഞ്ചിനീയറിംഗ് പോലെയുള്ള കമ്പനീസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള പവർ ജനറേറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ TD പവർ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ജനറേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, പവർ ജനറേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന EPC പ്ലെയേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള KPI ഗ്രീനും സംഘി മൂവേഴ്സും പോലെയുള്ള കമ്പനീസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന EPC പ്ലെയറായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ
നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. വോൾട്ടാമ്പ്, ട്രില്ല്, ഷാഫ്ലർ ഇതുപോലുള്ള കമ്പനീസൊക്കെയാണ് എന്താ പറയുക ഇതിൻ്റെ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് ആയിട്ട് വരുന്നത്. പിന്നെ MNC പ്ലേയേഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സിമൻസ്, ABB, ഹിറ്റാച്ചി പോലുള്ള കമ്പനീസ് വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്ന തെർമൽ പവർ പ്ലാന്റുകളുടെ കമ്പനീസ് നമുക്ക് ഒരുപാടെണ്ണം അറിയാം. നമ്മുടെ NTPC അല്ലെങ്കിൽ എന്താ പറയുക NHPC, SJVN തുടങ്ങിയ പ്ലേയേഴ്സൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഡയറക്റ്റ് പ്ലേയേഴ്സ്. പിന്നെ ഇത് കണക്കിന് പ്രോക്സി പ്ലേയേഴ്സ് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രാജ് ഇൻഡസ്ട്രീസ് അതുപോലെയുള്ള കമ്പനീസൊക്കെ ഉണ്ട്. ഈ പ്രാജ് ഇൻഡസ്ട്രീസൊക്കെ അത്യാവശ്യം മൾട്ടിബാഗർ റിട്ടേൺസിൽ തന്ന സ്റ്റോക്കുകളാണ്. ഇതിൻ്റെ അകത്തൊന്നും എൻട്രി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലെയർ ഒന്നും തന്നെ കാണത്തില്ല. കാരണം എല്ലാം തന്നെ ഓൾറെഡി വലിയ പെർസെൻറ്റേജ് റണ്ണപ്പുകൾ നടത്തി കഴിഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇസ്ജക് ഹെവി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനിയും ഓൾമോസ്റ്റ് നല്ലൊരു പെർസെൻറ്റേജ് റിട്ടേൺസ് തന്നൊരു കമ്പനി ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, സ്റ്റോക്ക് ഡബിളേ ആയിട്ടുള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ ബുൾ റൺ ഇതിന് മുമ്പ് പണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2013 മുതൽ 15 വരെയുള്ള ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ബുൾ റൺ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റോക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാത്തത്. അപ്പോൾ ഇതേ കണക്ക് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞൊരു 3-4 വർഷത്തിൻ്റെ അകത്ത്, 3-4 ഒരു 1-2 വർഷത്തിൻ്റെ അകത്ത് നമ്മൾ എന്തോരം പേരുകൾ കേട്ടിട്ടുണ്ടോ. ആ പേരുകളിലൊക്കെ അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് അകത്ത് ഹെവി എഞ്ചിനീയറിങ് അതല്ലെങ്കിൽ പവറിൻ്റെ പ്രൊഡക്ഷനെയും പവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ബിസിനസ്സുകളിലൊക്കെ വന്നിരിക്കുന്ന കമ്പനീസാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ബെറ്റർ എൻട്രി എടുക്കാതിരിക്കുക. ആൻഡ് ഇതിൻ്റെ അകത്ത് വരുന്ന ഫിനാൻസ് കമ്പനീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. PFC, REC പോലുള്ള കമ്പനീസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് JSW എനർജി പോലുള്ള കമ്പനീസ് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റംസിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു നല്ലൊരു പ്ലേ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് എത്ര പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടെന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, 1 സെക്കൻഡ്. സ്റ്റോക്ക് പ്രൈസ് അത്യാവശ്യം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്ക് ഓൾറെഡി 80,000 മേളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കണ്ട് വലിയൊരു പെർസെൻറ്റേജ് റിട്ടേൺസ് തന്നൊരു സ്റ്റോക്ക് ഇത്രയാണ്ട് വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിൽക്കാൻ നേരത്തെ ആക്ച്വലി അതും ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലെയർ അല്ലാതെയായി വരികയാണ്. ഇതൊക്കെ മൾട്ടിബാഗർ റിട്ടേൺസിന് വേണ്ടിയിട്ട് ബെറ്റർ എടുക്കാതിരിക്കുക. ആൻഡ് പംപ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ത്രിവേണി ടർബൈൻ പോലെയുള്ള കമ്പനീസ് ഉണ്ട്. അവിടെയും നമുക്ക് അത് അത്രാണ്ട് ടെക്നിക്കലി ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് തോന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ കുറിച്ച് കണ്ടത്. പക്ഷേ ഇനി ആക്ച്വലി നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസ് എല്ലാം തന്നെ നോക്കുക. ഇവിടെ എല്ലാം കാണുന്ന ഒരു കോമൺ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനീസ് എല്ലാം തന്നെ ക്യാപെക്സുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഹെവി ആയിട്ടുള്ള ക്യാപെക്സുകളാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഇവരുടെ പീക്ക് മാർജിൻസിലും പീക്ക് വാല്യുവേഷൻസിലും പീക്ക് ഷെയർ പ്രൈസിലുമാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള 99.9 കമ്പനീസ് നിൽക്കുന്നത് അവരുടെ പീക്ക് മാർജിൻസിലും പീക്ക് വാല്യുവേഷനിലും പീക്ക് ഷെയർ പ്രൈസിലുമാണ് നിൽക്കുന്നത്. ആൻഡ് ഈ 3 ക്വാളിറ്റീസും കൂടെ ഒരുമിച്ച് ചേർന്ന് വന്ന അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിക്കൽ സ്റ്റോക്ക് പീക്ക് ഔട്ട് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുവന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ ഇത്ര വലിയ റിട്ടേൺസ് തന്ന സ്റ്റോക്കുകൾ എല്ലാവരും ക്യാപെക്സുകൾ അനൗൺസ് ചെയ്യുന്നു. ഈവൻ പ്രൊമോട്ടേഴ്സ് പലരും നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേക്കുകൾ ഡൈലൂട്ട് ചെയ്യുന്നു, QIPs കൊണ്ടുവരുന്നു, ഒരുപാട് പുതിയ പ്ലേയേഴ്സ് ഈ ഒരു സെക്ടറിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഒരുപാട് പുതിയ IPOs വരുന്നുണ്ട്. ഫണ്ടമെൻ്റലി വളരെ മോശമെന്ന് കരുതിയിട്ട് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് മൈൻഡ് ചെയ്യാതിരുന്ന പല കമ്പനീസും തിരിച്ച് മേളിലോട്ട് കയറി വരുന്നുണ്ട്. ഇതൊരു ലോ ROE സെഗ്മെൻ്റാണ്. ഇതിൻ്റെ അകത്ത് ഇത്ര റിട്ടേൺ ഓൺ എന്താ പറയുക ഇക്വിറ്റി വളരെ കുറഞ്ഞ ഈ ഒരു ടൈപ്പ് സെഗ്മെൻ്റ് അകത്ത് ആക്ച്വലി സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇത്രണ്ട് ക്യാപെക്സുകളൊക്കെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് പൈസ ഉണ്ട്. അപ്പോൾ ഇനി ഒരു അടുത്ത സൈക്കിളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഇവർക്ക് ഈ കമ്പനീസ് എല്ലാം തന്നെ കടം എടുത്ത് തുടങ്ങിയിട്ടായിരിക്കും ഈ കമ്പനീസ് എല്ലാം ഇടിഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ സെക്ടർ എന്ന് പറയുന്നത് ഏകദേശം ടോപ്പ് ഔട്ട് ആയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ബെറ്റർ ഈ ഒരു സെഗ്മെൻ്റ് അകത്ത് നിങ്ങൾ ഫ്രഷ് എൻട്രീസ് ഒന്നും തന്നെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് മാക്സിമം കമൻറ്റിലിടുക. മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളെ പറ്റിയിട്ടോ മറ്റേതെങ്കിലുമൊക്കെ സ്റ്റോക്കുകളെ പറ്റിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാത്തിനും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ആൻഡ് വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. ആൻഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.